ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ തൃശ്ശൂർ ജില്ലയുടെ ജില്ലാ സമ്മേളനത്തിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആദർശ യൗവനം ആത്മാഭിമാനം എന്ന ഏറ്റവും പ്രൗഢമായ ആശയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ സമ്മേളനം ഇന്ന് വൈകുന്നേരം വരെ ഇൻഷാ അല്ലാഹ് നടത്തപ്പെടാൻ വേണ്ടി പോകുന്നത്. ഇവിടെ യുവാക്കളായ നമ്മുടെ മക്കളടക്കം ഉള്ള ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് എനിക്ക് പറയണമെന്ന് തോന്നുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രവാചകനിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെട്ട പ്രാർത്ഥന റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുവേ, ഈ ലോകത്ത് എല്ലാ ഖൈറും നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ നമ്മുടെ മക്കൾ, കുടുംബം, ജോലി, വരുമാനം, വാഹനങ്ങൾ, ആഗ്രഹങ്ങളെല്ലാം നാഥ നീ ഞങ്ങൾക്ക് നടത്തി തരണമേ, അതിലൊക്കെ നന്മ നൽകണമേ. വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ. അല്ലാഹുവേ, അവിടെ മാത്രം അത് കിട്ടിയത് കൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തിപ്പെടൂല, പരലോകത്തും നീ ഞങ്ങൾക്ക് ഏറ്റവും നല്ല സ്വർഗം നൽകണം. പോരാ, വഖിന അദാബന്നാർ, ഒരിക്കലും എത്തിപ്പെടാൻ കഴിയാത്ത വിധം നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ അകറ്റുകയും ചെയ്യണമേ. ഒരു മുഅ്മിനായ ഒരു വ്യക്തിയുടെ, ഒരു യുവാവിൻ്റെ, ഒരു ഉമ്മയുടെ, ഒരു ഉപ്പയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരൊറ്റ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി. ഒന്നാമത്തെ കാര്യം, നമ്മൾക്ക് ഈ ലോകവും പരലോകവും ഖൈറിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ലോകത്തിന് വേണ്ടി ആ പ്രാർത്ഥനയിൽ ഒരു കാര്യമാണ് ചോദിച്ചത്, നാഥ ഈ ലോകത്തെ എല്ലാ കാര്യം നീ ശരിയാക്കണം. എന്നാൽ അവിടെ മുതലാണ് ഒരു വിശ്വാസി തുടങ്ങുന്നത്. ദുനിയാവിലെ മക്കളും കുടുംബവും ജോലിയും അവനാൻ്റെ ആഗ്രഹവും യാത്രയും ഭക്ഷണവും ഇതെല്ലാവരും പ്രാർത്ഥിക്കും. പക്ഷെ ഇനി വിശ്വാസി തുടങ്ങുകയാണ്, ഇതുമ്മ മാത്രം ഞങ്ങൾ തൃപ്തിപ്പെടൂല അല്ലാഹ്, അത് ഞങ്ങൾക്ക് പോരാ. വഫിൽ ആഖിറത്തി ഹസനത്തൻ വഖിന അദാബന്നാർ. പരലോകത്ത് സ്വർഗവും നരകമോചനം കൂടി നാഥ നീ ഞങ്ങൾക്ക് നൽകണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം ഈ സ്വർഗവും ഈ നരകമോചനവുമാണ്. ഒരു യുവാവാകുമ്പോഴും ഒരു മുഅ്മിനാകുമ്പോഴും ഒരു യുവതിയാകുമ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഈ ലോകത്ത് നമ്മൾ ആഗ്രഹിച്ചത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾക്ക് സ്വർഗം കിട്ടണം, നരകത്ത് നിന്ന് നമ്മൾ രക്ഷപ്പെടാനുള്ള അധ്വാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രവാചകൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന കൂടി പറയാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക. അല്ലാഹുവേ, ഞാനിതാ നിന്നോട് ചോദിക്കുന്നു, യാചിക്കുന്നു, കേഴുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അല്ലാഹുവേ, അല്ലാഹുവിനെ കാണാൻ, പ്രവാചകനെ കാണാൻ, സഹാബാക്കളുടെ കൂടെ ജീവിക്കാൻ നാഥ നീ ഞങ്ങൾക്ക് സ്വർഗം നൽകണമേ. പോരാ, വഅഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ സ്വർഗവും നരകമോചനവുമാണെങ്കിൽ ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട അടുത്തൊരു ചോദ്യമുണ്ട്. ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വർഗം നൽകാമെന്ന് പറഞ്ഞത്? മുസ്ലിമായി ഒരു കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് അല്ലാഹു സ്വർഗം കൊടുക്കുമോ? അത് ഞാൻ ഈ സംസാരിക്കുന്നത് നമ്മളെ ഈ വന്നിരിക്കുന്ന നമ്മളെക്കുറിച്ച് മാത്രമല്ല, നമ്മളെ വീട്ടിലുള്ള നമ്മുടെ യുവാക്കളും മക്കളും അടക്കമുള്ള ആൾക്കാരെ മനസ്സിൽ കരുതിയിട്ടാണ് നമ്മൾ ചോദിക്കേണ്ടത്. നമ്മൾ ഈ കാര്യം കേൾക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ള കാര്യം എന്താണ് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത്.
ഒരു മുസ്ലിം കുടുംബത്തിൽ നമ്മൾ ജനിച്ചു എന്നുള്ളത് കൊണ്ട് അള്ളാഹ് സ്വർഗം തരുമോ? ഒരു മദ്രസയിൽ പഠിച്ചു എന്നുള്ളത് കൊണ്ട് അള്ളാഹു നമുക്ക് സ്വർഗം തരുമോ? നമ്മൾക്ക് നമ്മളാൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത്, ഭൗതികമായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത്, റമദാൻ വരുമ്പോൾ നോമ്പ് വെച്ച്, നിസ്കാരത്തിലെ കുറച്ച് സംഗതികളൊക്കെ ചെയ്ത്, നമുക്കൊഴിവും നമുക്ക് സമയം ഉണ്ടാവുമ്പം ദീനിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെ ഒരു ദിവസം മരിച്ചു പോയാൽ അള്ളാഹു തരും എന്ന് പറഞ്ഞതാണോ സ്വർഗം എന്ന് നമ്മൾ പരിശോധിക്കണമല്ലോ. അപ്പോഴാണല്ലോ എന്തിനാണ് പ്രസ്ഥാനം, എന്തിനാണ് നമ്മളെ മക്കൾ ഇതിൻ്റെ ഭാഗമാകണം, എന്തിനാണ് നമ്മുടെ പെൺകുട്ടികൾ ഇതിൻ്റെ ഭാഗമാകണം, എന്തിനാണ് നമ്മൾ പ്രവർത്തിക്കണമെന്നതിൽ ഉത്തരം ഖുർആനിൻ്റെ ആയത്ത്. സ്വർഗം തരാന്ന് പറഞ്ഞത് അള്ളയാണ്, വേറൊരാളുമല്ല. അള്ളാഹു സംവിധാനിച്ച സ്വർഗം അള്ളാഹ് കൊടുക്കാമെന്ന് പറഞ്ഞത് ആർക്കാണ്? ഇന്നല്ലാഹ ഇസ്തറ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ഇന്നല്ലാഹ ഇസ്തറ, അള്ളാഹു ഇതാ വിലക്ക് വാങ്ങിയിട്ടുണ്ട്. മിനൽ മുഅ്മിനീന, തൗഹീദുള്ളവരിൽ നിന്ന്. അൻഫുസഹും, ഒന്ന് അവരുടെ സമയം, ശരീരം, അധ്വാനം. വ അംവാലഹും, അവർക്ക് അല്ലാഹ് കൊടുത്ത പൈസ. ബിഅന്ന ലഹുമുൽ ജന്ന, തിരിച്ച് സ്വർഗം കൊടുക്കാം എന്ന കണ്ടീഷനിൽ. നമ്മൾ ഈ ആയത്തിന്റെ സജീവമായ ആലോചന വ്യക്തിപരമായി കുടുംബപരമായിട്ട് നടത്തണം. സ്വർഗം അള്ളാഹ് തരാന്ന് പറഞ്ഞു. ആർക്കെന്ന് അറിയോ നിങ്ങളെ? രണ്ടു കാര്യങ്ങൾ തൗഹീദുള്ളവരിൽ നിന്ന് പടച്ചോന് കൊടുക്കണോൽക്ക്. അതുകൊണ്ട് അള്ളാഹ് ഇങ്ങനെ പറഞ്ഞു, ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന. മുഅ്മിനീങ്ങളിൽ നിന്ന് അള്ളാഹു രണ്ടു കാര്യങ്ങൾ അള്ളാഹ് ചോദിച്ചു. ആ രണ്ട് കാര്യം അള്ളാഹ്ക്ക് കൊടുക്കാൻ തയ്യാറായവർ, അതിനെപ്പറ്റി ആലോചിക്കുന്നവർ, മരിക്കണീന്റെ മുന്നിൽ രണ്ട് കാര്യങ്ങൾ പടച്ചോന് കൊടുത്തു മരിച്ചു പോയവർ, അവർക്ക് എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? അൻഫുസഹും വ അംവാലഹും, ഒന്നവരുടെ സമയമാണ്, ശരീരമാണ്, അധ്വാനാണ്. വ അംവാലഹും, അള്ളാഹ് കൊടുത്ത പൈസയിൽ എത്രയാണോ അതിനനുസരിച്ച്. എന്തിനറിയോ? ബി അന്ന ലഹുമുൽ ജന്ന, അള്ളാഹ് അവർക്ക് സ്വർഗം കൊടുക്കാൻ വേണ്ടി. സ്വർഗം കിട്ടാൻ അള്ളാഹ് നമ്മളോട് ചോദിച്ച രണ്ട് കാര്യമാണ്. ഈ രണ്ട് കാര്യം കൊടുക്കുന്നവനേ സ്വർഗമുള്ളൂ. ഇത് ഖുർആന്റെ ആയത്താണ്. ഈ രണ്ട് കാര്യം അള്ളാഹ്ക്ക് കൊടുത്തോനേ സ്വർഗമുള്ളൂ. ഒന്ന് നമ്മുടെ അധ്വാനാണ്, രണ്ട് നമ്മുടെ സമ്പത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മനസ്സിലിങ്ങനെ ആലോചിച്ച് നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്ത് ഓരോ സഹാബാക്കളും ഓരോ ത്യാഗവര്യന്മാരായിരുന്നു. ഓരോ സഹാബി വര്യന്മാരും ഓരോ ത്യാഗവര്യന്മാരായിരുന്നു. നമ്മൾ ഒരിക്കലും ഇങ്ങനെ കേൾക്കൂല. നമ്മൾ ചരിത്രം വായിക്കുന്നിടത്ത് അബൂബക്കർ റളിയല്ലാഹുവിന് ഭയങ്കര സജീവായിരുന്നു, ഉമർ റളിയല്ലാഹുവിന് അത്രയൊന്നും സജീവല്ല. കേൾക്കൂല. ഞാനത് ബോധപൂർവ്വമായിട്ട് പറയണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന് ഭയങ്കര ഉഷാറായിരുന്നു ദീന്റെ കാര്യത്തിൽ. പക്ഷെ മൂപ്പരെ കുടുംബത്തിലെ ഒന്ന് രണ്ടാൾക്കാർ ഒരു സജീവല്ല എന്ന് കേൾക്കൂല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചില സമയത്ത് ഭയങ്കര ഉഷാറായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബം ഈ മേഖലയിലില്ല. ഒറ്റ സഹാബിനെ പറ്റി കേൾക്കൂല. എന്നാൽ നമ്മളെ കുറിച്ച് നമ്മൾ കേൾക്കണം എങ്ങനെ അറിയോ? നമ്മളെ കുറിച്ച് എന്താ കേൾക്കണം അറിയോ? ഒരു മഹല്ലില് 50 കുടുംബം ഉണ്ടെങ്കിൽ ഒരു 3 കുടുംബം ഓല് ഭയങ്കര സജീവാണ്, ബാക്കി 47 ഓല് നമ്മൾ തൗഹീദിലൊക്കെ ഉണ്ട്, പക്ഷെ ഒരു സജീവല്ല. എന്തേ നമ്മളെ സജീവല്ലാത്തതിന് കാരണം? ഒറ്റ കാരണമുള്ളൂ, അവർക്ക് പരലോകം എന്താന്ന് മനസ്സിലായിട്ടില്ല, സ്വർഗം എന്താന്ന് മനസ്സിലായിട്ടില്ല. നമ്മളെ സജീവാകുന്ന ആൾക്കാർ ഒഴിഞ്ഞിന്ന് ഇന്റെ ജീവിതത്തിൽ ഇനി വേറൊന്നും ചെയ്യാല്ല. അപ്പൊ എവിടെയെങ്കിലൊക്കെ ഒരു ജീവിതത്തിൽ സജീവാകട്ടെ എന്ന് ചോദിച്ചാൽ സജീവാകല്ല. സഹാബാക്കൾ ഒരാളെ പോലും നമ്മൾ വായിച്ച ചരിത്രത്തിൽ എവിടെയെങ്കിലും കണ്ടുകണോ? അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു ഭയങ്കര ദീനും ഭാര്യക്ക് പറ്റ ദീനില്ലായി അങ്ങനെ കേട്ടുകണോ? ഇല്ലല്ലോ. ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു കുടുംബം ഭയങ്കര സജീവം. പക്ഷെ ഉമർ റളിയല്ലാഹുവിന്റെ കുടുംബത്തിൽ അമ്മോനെ എളാപ്പിയും ബാക്കിയുള്ള ഓലൊന്നും സജീവല്ല. അങ്ങനല്ല. പിന്നെ അവർ ഓരോരുത്തരും ഓരോരോ ത്യാഗവര്യന്മാരായിരുന്നു. എന്തുകൊണ്ടാണ് സംഘങ്ങളെ? അവർക്കറിയാം, അലൈക്കും അംഫുസക്കും, ഞാൻ എൻ്റെ കാര്യമാണ് പരലോകത്ത് നോക്കണ്ടേ. അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ നിൽക്കുന്ന സമയത്ത്, അള്ളാഹുവിനോട് ഞാൻ സ്വർഗത്തിന് വേണ്ടി യാചിക്കുന്ന സമയത്ത്, നിസ്കാരത്തിന് ശേഷം, റമദാനില് തറാവീഹിന് ശേഷം, ഉംറക്ക് പോകുമ്പം, ഹജ്ജിന് പോകുമ്പം, നാട്ടിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എപ്പോഴൊക്കെ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ഞാൻ അള്ളാഹിനോട് സ്വർഗവും നരകമോചനവും ചോദിക്കുമ്പം അള്ളാഹു എന്നിൽ നിന്ന് നോക്കുന്നത് ഞാൻ എൻ്റെ സമയവും എൻ്റെ അധ്വാനവും പൈസയും പടച്ചോന്റെ മാർഗത്തിൽ കൊടുത്തുക്കണോന്നാണ്. അവർക്കേ അള്ളാഹ് സ്വർഗമുള്ളൂ എന്ന് ഖുർആനിലെ ആയത്താണ്. അപ്പൊ അതുകൊണ്ട് സഹാബാക്കൾ എന്ത് ചെയ്തു? ഓരോരുത്തർ ഓരോ ത്യാഗവര്യന്മാരായി. ഓരോരുത്തർക്കും സ്വർഗം വേണം.
ഓരോരുത്തർക്കും സ്വർഗം വേണം. ഇസ്ലാമിയത്തിൽ 1-2 സംഭവം പറയാം പെട്ടെന്ന് മനസ്സിലാക്കാൻ. ഞാൻ യുവാക്കൾ കൂടി മുന്നിലുണ്ടായതുകൊണ്ട് പറയാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മുആദ് മുഅവ്വദ് റളിയല്ലാഹു അൻഹുമ 2 സഹാബാക്കളാണ്. നമ്മുടെ MSM ISM പ്രായത്തിലുള്ള മക്കളുടെ പ്രായമാണ്. അവര് ഇസ്ലാമിക യുദ്ധം നടക്കുന്ന സമയത്ത് അങ്ങോട്ട് വന്നു. എന്നിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും യുദ്ധത്തിന്റെ ഭാഗമാവുകയും ചെയ്തു. അങ്ങനെ യുദ്ധത്തിന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൽ ഒറ്റ അജണ്ട ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചാൽ ഈ ഇസ്ലാമിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി പങ്കെടുക്കണം, എന്നിട്ട് എന്നാൽ കഴിയാവുന്ന രൂപത്തിൽ മുഴുവൻ അധ്വാനിക്കണം, സ്വർഗം കിട്ടണം. യുദ്ധം ആരംഭിച്ചു. മുആദ് റളിയല്ലാഹു അൻഹു മുഅവ്വദ് റളിയല്ലാഹു അൻഹു സജീവമായി യുദ്ധം ചെയ്യാൻ. ആ ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിന് വെട്ടേറ്റു എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ കയ്യിന് ഒരാള് ഒരു ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ മുറിഞ്ഞാൽ നമ്മൾ എത്രമാത്രം വേദന അനുഭവിക്കേണ്ടിയിരുന്ന ആലോചിക്കാം. അപ്പോഴാണ് ഒരു വിദ്യാർത്ഥിയുടെ, ഒരു യുവാവിന്റെ കയ്യിന് വെട്ടുകൊണ്ടിട്ട് കയ്യ് മുക്കാഭാഗവും അറ്റിട്ട് താഴേക്ക് വീഴാതെ ആടിങ്ങനെ കളിക്കുകയാണ്. ബോധം പോകാം, ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകണു. ആ സമയത്ത് മുആദ് റളിയല്ലാഹു അൻഹു ആലോചിച്ച കാര്യം പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ അങ്ങനെ ആലോചിച്ചു, ഞാൻ ഈ ഇസ്ലാമിന്റെ മാർഗത്തിലുള്ള അധ്വാനം തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ സ്വർഗം കിട്ടാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ സ്വർഗം കിട്ടാനുള്ള അധ്വാന വേളയിൽ ഞാനിതങ്ങനെ സ്റ്റക്കായി നിൽക്കപ്പം. എന്തേ കാരണം? ഈ കയ്യിപ്പ് എനിക്ക് തടസ്സാണ്. അതിനകത്ത് മുക്കാഭാഗം ഇങ്ങനെ വീഴാറായി നിൽക്കാണ്. ഇത് തീരുമാനമാകാതെ എനിക്ക് അധ്വാനിക്കാൻ വയ്യ, യുദ്ധം ചെയ്യാൻ വയ്യ. മുആദ് റളിയല്ലാഹു അൻഹു എന്താ ചെയ്തറിയോ? നമ്മുടെ മക്കളുടെ പ്രായമുള്ള സഹാബിയാണ്. എന്താ ചെയ്തെന്നറിയോ? ഒന്ന് കുമ്പിട്ടു. അറ്റ് വീഴാറായ കൈ തന്റെ കാൽപാദത്തിനടിയിലേക്കാണ് വെച്ചു. അമർത്തിയാണ് ചവിട്ടി. അദ്ദേഹം തക്ബീറോടുകൂടിയാണ് എഴുന്നേറ്റു. വാളുകൾ പാട്ടുപാടുന്ന രണഭൂമിയിൽ ആ പിഞ്ചുബാലന്റെ ഇസ്ലാമിക മാർഗത്തിലുള്ള യുവാവിന്റെ കൈ അള്ളാഹുവിന്റെ മാർഗത്തിൽ അറ്റണ് വീണു. സഹോദരങ്ങളെ, ആ മുആദ് റളിയല്ലാഹു അൻഹു നാളെ പരലോകത്ത് വരും. എന്നിട്ട് അള്ളാഹു ചോദിക്കും, മുആദേ, സ്വർഗം കിട്ടാൻ നീ എന്താണ് ചെയ്തത്? മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ വലത് കൈ അള്ളാഹുവിന്റെ മുന്നിൽ സാക്ഷിയായി എഴുന്നേറ്റിക്കും. പടച്ചോനെ, ഞാൻ സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ച് നിന്റെ മാർഗത്തിൽ കഷ്ടപ്പെട്ടതിന്റെ അടയാളാണ് ഈ വലതുകൈ എന്ന് പറയും. നമ്മളോട് ആലോചിക്കേണ്ടത്, ഇത് ഒരു സഹാബിയുടെ ചരിത്രം മാത്രമല്ല, ഒന്നുകൂടി ബോധ്യപ്പെടാൻ വേണ്ടി പറയാൻ. പ്രവാചകന്റെ കാലഘട്ടത്തിൽ പെട്ടെന്ന് ഒരു യുദ്ധപ്രഖ്യാപനം ഉണ്ടായി. ആ യുദ്ധപ്രഖ്യാപനം ഉണ്ടായ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചതിയിലൂടെയാണ് പെട്ടെന്ന് മുന്നറിയിപ്പുകളില്ലാതെ നാളെ മുതൽ രാവിലെ മുതൽ യുദ്ധം ആരംഭിക്കും എന്നുള്ള നിലയിൽ ഇങ്ങോട്ട് യുദ്ധത്തിന് ആളുകൾ വരികയാണ്. ഇതറിഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ നിന്ന് പ്രഖ്യാപിച്ചു. എന്താ പ്രഖ്യാപിച്ചറിയോ? ഒരു വീട്ടിൽ നിന്ന് ഒരാളെന്ന രൂപത്തിൽ നാളെ ഇസ്ലാമിന്റെ മാർഗത്തിൽ അധ്വാനിക്കാൻ വേണ്ടി പുറപ്പെടണം. മഗ്‌രിബിനാണ് പറയുന്നത്. ചരിത്രത്തിൽ കാണാം, സഹാബാക്കൾ മഗ്‌രിബ് നിസ്കരിക്കാൻ വന്ന സഹാബാക്കള് വീട്ടിലേക്ക് പോകുമ്പം ഓരോ വീട്ടിലും നടന്ന ചർച്ച എന്താ അറിയോ? ആര് പങ്കെടുക്കണം എന്നാണ്. ആര് പങ്കെടുക്കണം? ഓരോരുത്തരും ഞാൻ പങ്കെടുക്കും എന്നാ പറയണത്. അങ്ങനെ ഒരു വീട്ടിൽ ബാപ്പ 2 മക്കൾ. വാപ്പ മക്കളോട് വന്നു പറഞ്ഞു, മക്കളെ, വാപ്പാക്ക് വയസ്സായി, പ്രായമായി, ശാരീരികമായി വളരെ ദുർബലനാണ് ഞാൻ. അപ്പൊ ഇനി അള്ളാന്റെ മാർഗത്തിൽ അധികമൊന്നും അധ്വാനിക്കാനോ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കാനോ വാപ്പാക്ക് ഇനി കഴിഞ്ഞോണമെന്നില്ല, ആയുസ്സില്ല. അതുകൊണ്ട് മോനെ, മക്കളെ, ഈ ഒരു അവസരം, സ്വർഗത്തിന് വേണ്ടി ലഭിക്കുന്ന ഈ ഒരു അവസരം മക്കൾ ബാപ്പാക്ക് നൽകണം. മക്കളുടെ മറുപടി എന്താ അറിയോ നിങ്ങളെ? ബാപ്പ, ഇത് പോരാട്ടാണ്, അധ്വാനം വേണ്ട സമയമാണ്. അവിടെ പ്രായമായ ഒരാളുടെ ആവശ്യമല്ല പ്രവാചകന് വേണ്ടത്. ഞങ്ങളെപ്പോലെ യുവാക്കളായ ആരോഗ്യമുള്ള കൈക്കരുത്തുള്ള ആളുകളെയാണ് ആവശ്യം. അതുകൊണ്ട് വാപ്പ, ഇതിന് ഞങ്ങളാണ് പോകുക. ഒരു വീട്ടില് സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിന് ബാപ്പയും മക്കളും തമ്മിൽ ചർച്ച ഉണ്ടായി. അവസാനം അവർ പ്രവാചകന്റെ ഒരു സുന്നത്ത് പോലെ അവരെന്ത് ചെയ്തു? ചർച്ച, അഭിപ്രായ വ്യത്യാസം വന്നപ്പം അവർ ടോസ് ഇട്ടു. ഇളയ മകന് കിട്ടി.
യുദ്ധത്തിന് പോകാനുള്ള അവസരം പറഞ്ഞ് ഇളയ മകന് കിട്ടി. ഇളയ മകൻ സന്തോഷിച്ചു. ശരീരം വൃത്തിയാക്കി കുളിച്ച് സുഗന്ധം പൂശി പടച്ചട്ടയണിഞ്ഞ് കുതിരപ്പുറത്ത് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് വാപ്പ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഇത്രയും കാലം നിങ്ങൾ ചോദിച്ച എല്ലാ കാര്യവും വാപ്പ ചെയ്തു നിൽക്കണം, ഒന്നും വാപ്പ തിരിച്ചു ചോദിച്ചിട്ടില്ല. ആദ്യമായിട്ട് മോനോട് വാപ്പ അങ്ങോട്ട് ചോദിക്കാൻ, മോനെ, ഈ ഒരു അവസരം വാപ്പാക്ക് തരുമോ? അള്ളാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കാനുള്ള ഈ ഒരു അവസരം വാപ്പാക്ക് തരുമോ? മോൻ, ഇളയ മോൻ വാപ്പയെ കൈ പിടിച്ചോണ്ട് വാപ്പണ, ഉപ്പ, എന്റെ ജീവിതത്തിൽ അള്ളി റസൂലും കഴിഞ്ഞാൽ ഏറ്റവും വലുത് ഉമ്മയും വാപ്പയായി നിങ്ങൾ തന്നെയാണ്. വാപ്പ എന്തിനോട് ചോദിച്ചാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ അധ്വാനങ്ങളും ചെയ്തിട്ട് വാപ്പാക്ക് ഞാൻ നേടിത്തരും. പക്ഷെ വാപ്പ അത് സ്വർഗല്ലേ, വാപ്പ അത് സ്വർഗല്ലേ? ഈ ഒരു അവസരം വാപ്പനോട് ചോദിക്കരുത്. ചിലപ്പോൾ ഞാൻ വാപ്പാക്ക് തരണം എന്നില്ല, അതുകൊണ്ട് വാപ്പ ചോദിക്കലിൻ. വാപ്പ സ്വന്തം മകനെ അണച്ചു ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ച് ആ യുദ്ധരണാങ്കണത്തിലേക്ക് പറഞ്ഞയച്ചു. ഇസ്ലാമിന്റെ മാർഗത്തിൽ ആ 22 വയസ്സുള്ള യുവാവ്, ISM-കാരന്റെ പ്രായമുള്ള യുവാവ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായി. നമ്മൾ ആലോചിക്കുന്നത് സഹാബാക്കൾ ഓരോരുത്തരും നാളെ പരലോകത്ത് വരുന്നത് ആലോചിക്കുക. ഉമ്മമാരടക്കം ആലോചിക്കാനാ പറഞ്ഞു, വരുന്നത് ആലോചിക്കുക. അവരോട് അള്ളാഹു ചോദിക്കും, സ്വർഗത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? ഓരോ സഹാബാക്കളും അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ഷഹീദായവർ, ശുഹദാക്കളായവർ അവിടെ കൈകാലുകൾ അള്ളാഹിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കും. പടച്ചോന്റെ മാർഗത്തിൽ വെട്ടുകൊണ്ടവർ അവരുടെ പുറംഭാഗം അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കും. ത്വൽഹാ റളിയല്ലാഹു അൻഹു പ്രവാചകനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ശരീരത്തിലേക്ക് ഏറ്റെടുത്ത അമ്പുകൾ പതിച്ച ഓരോ പാടും പടച്ചോന്റെ മുന്നിൽ അവർ കാണിച്ചു കൊടുക്കും. മുആദ് റളിയല്ലാഹു അൻഹു വലത്തെ കൈ കാണിച്ചു കൊടുക്കും. ഈ പറഞ്ഞ ഓരോ സഹാബാക്കളും അവനവന് ചെയ്യാൻ പറ്റുന്ന അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെയ്തതിന്റെ അടയാളങ്ങൾ അവനവന്റെ ജീവിതത്തിൽ പരലോകത്ത് പ്രദർശിപ്പിക്കും. തൗഹീദുള്ളവരെ, യുവാക്കളെ, ആദർശമുള്ളവരെ, സഹോദരീ സഹോദരങ്ങളെ, നമ്മൾ ഒരു പ്രസംഗത്തിലപ്പുറം അള്ളാഹുവിനെ മനസ്സിൽ കരുതി സ്വർഗമുണ്ട് എന്നുറപ്പിച്ചിട്ട് അതേ ചോദ്യം നമ്മളോട് ചോദിച്ചാൽ നമ്മൾക്ക് കാണിച്ചു കൊടുക്കാൻ, നമ്മൾക്ക് പ്രദർശിപ്പിക്കാൻ, അഭിമാനത്തോടെ ഉയർത്താൻ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു വിരലെങ്കിലും പടച്ചോന്റെ മാർഗത്തിൽ സമർപ്പിച്ച ഒരു വിരലെങ്കിലും ഉണ്ടാവുമോ? നമ്മൾ ആലോചിക്കണ്ടേ? അവനവന്റെ മകളുടെ കല്യാണത്തിന് ഓടിച്ചാടി വിയർത്തതിന്റെ അത്ര വിയർപ്പെങ്കിലും സ്വർഗത്തിന് വേണ്ടി ഒരു വിഷയത്തിൽ വിയർത്തതിന്റെ അടയാളം ഷർട്ട് പരലോകത്ത് പൊന്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ? ആലോചിക്കുക. പ്രസംഗത്തിനപ്പുറം ഞാൻ പറഞ്ഞത് ആലോചിക്കുക. അവനവന്റെ കുട്ടി SSLC തോൽക്കുമോ എന്ന്, ഫുൾ A+ ഉണ്ടാവുകയില്ലേ എന്ന്, ഇന്റെ കുട്ടിക്ക് PSC പരീക്ഷയോ എൻട്രൻസ് പരീക്ഷയോ ലഭിക്കുന്നില്ലേ എന്നതിന്റെ പരീക്ഷയുടെ അന്ന് നമ്മളടിച്ച റിസൾട്ട് വരുന്ന അന്ന് നമ്മളടിച്ച ടെൻഷന്റെ പകുതിയെങ്കിലും പടച്ചോനെ നാളെ പരലോകത്ത് ഞാനിങ്ങനെ നിന്നിട്ട് ആതീഹിം യൗമൽ ഖിയാമത്തി ഫർദ, ഒറ്റക്കൊറ്റക്ക് പരലോകത്തേക്ക് വരും. എന്നിട്ടോ ഫരീഖുൽ ജന്ന ഫരീഖുൽ സഈർ, ഒരു വിഭാഗം ആളുകളെ സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം ആളുകളെ നരകത്തിലേക്കും പറഞ്ഞേക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ സ്വർഗമെങ്ങാനും കിട്ടാതിരുന്നാൽ എന്ന് ആലോചിച്ച ടെൻഷൻ നമ്മുടെ കുട്ടിയുടെ SSLC-യുടെ ഫുൾ A+ന്റെ അത്ര പോലും ടെൻഷൻ ഇല്ലെങ്കിൽ എവിടെയാ പ്രശ്നം എന്നറിയോ? നമ്മൾ മനസ്സിലാക്കിയ സ്വർഗം, നമ്മൾ മനസ്സിലാക്കിയ ദീനും, നമ്മൾ നമ്മുടെ മനസ്സിൽ കരുതിയ ഇസ്ലാമിക ആശയവും തെറ്റാണ് എന്ന് തിരുത്താത്തിടത്തോളം കാലം ഒരു യുവാവിനെയും ഒരു മക്കളെയും നമ്മുടെ നാട്ടിൽ കിട്ടൂല. എന്തുകൊണ്ടാ വാപ്പാരന്മാരെ, ഞാൻ വാപ്പയാണ്, എന്തുകൊണ്ടാ നമ്മളെ മക്കൾ ദീനിന്റെ മാർഗത്തിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് സങ്കടമില്ലാത്തത്? എന്തുകൊണ്ടറിയോ? അങ്ങനെ ജീവിച്ചാൽ സ്വർഗം കിട്ടുന്നുള്ളത് പ്രവർത്തിക്കണ വാപ്പാന്റെ ധാരണയാണ്, ഉമ്മാന്റെ ധാരണയാണ്. അത് മാറാത്തിടത്തോളം കാലം ഇന്റെ കുട്ടിനെ എന്തുകൊണ്ടാ പറഞ്ഞേക്കണ്? അവന് പഠിക്കാൻ ഇഷ്ടമല്ല. പഠിക്കാൻ ഇഷ്ടമുണ്ടായിട്ട് ഇവിടെ ആരെങ്കിലും വാപ്പാര് പറഞ്ഞേക്കണോ? ഇല്ല. അവൻ ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ പറഞ്ഞേക്കണം. എന്തുകൊണ്ടറിയോ? പഠിച്ചിട്ടില്ലെങ്കിൽ ജീവിതമില്ല നമുക്ക് അറിയണോണ്ടാണ്. അല്ലേ? ഉമ്മാരെ വാപ്പാരെ പറയും നമ്മുടെ കുട്ടിക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമുണ്ടോ? എന്നിട്ട് എന്തേ നമ്മൾ ജോലിക്ക് നിർബന്ധിക്കണ്? ജോലി ചെയ്തിട്ടില്ലെങ്കിൽ ഓന് ജീവിതമല്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ്.
നമ്മൾ പ്രവർത്തിക്കുന്ന ആദർശത്തിനും സ്വർഗത്തിനും വേണ്ടി നമ്മുടെ ആൺകുട്ടിയും പെൺകുട്ടിയും പ്രവർത്തിക്കാത്തതിന് എന്തുകൊണ്ട് അമ്മാരെ വാപ്പാരെ നമ്മൾ കൂട്ടിക്കൊണ്ടിരാത്തത്? കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ലെങ്കിലും സ്വർഗം കിട്ടും എന്ന അബദ്ധധാരണയാണ്. അതാണ് തിരുത്തണ്ടി. അതിനാണ് ഖുർആന്റെ ആയത്ത്, ഇന്നല്ലാഹ ഇസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും. സ്വർഗം കിട്ടണമെങ്കിൽ അള്ളാഹു പരിശോധിക്കുക. ഞാൻ ഹൈസ്കൂൾ അധ്യാപനാണ്. ഷാഹിദ് എത്ര ശമ്പളം വാങ്ങിക്കണമെന്ന് അല്ല അള്ളാഹ് നോക്കുക, ശമ്പളത്തിൽ നിന്ന് എത്ര സ്വർഗത്തിന് വേണ്ടി കൊടുത്തുകണെന്ന് അള്ളാഹ് നോക്കുക. സ്വർഗത്തിന് വേണ്ടി എത്ര കൊടുത്തുകണെന്നാണ്. PTA ഫണ്ടിക്ക് എത്ര കൊടുത്തുകണെന്നല്ല. ഞാൻ ബോധത്തിലാ പറയണത്. PTA ഫണ്ടിക്ക് എത്ര കൊടുത്തുകണല്ല. ഷാഹിദിന്റെ സ്വർഗത്തിന് വേണ്ടി എന്ത് ചെയ്തു? ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ ഭാര്യക്കും എന്റെ കുടുംബത്തിനും വേണ്ടി അധ്വാനിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഈ പറഞ്ഞത് പടച്ചോന്റെ പക്കൽ കൂലിയുണ്ടെങ്കിലും അള്ളാഹുവിന്റെ ആദർശ പ്രചരണത്തിന് വേണ്ടി, പടച്ചോന്റെ തൗഹീദിന്റെ പ്രചരണത്തിന് വേണ്ടി, അള്ളാഹുവിന്റെ മുന്നിൽ നന്ദി കാണിക്കുന്നതിന് വേണ്ടി ഞാൻ എന്റെ സമയത്തിൽ എത്ര ചെലവഴിച്ചു എന്നതാണ് സ്വർഗത്തിന്റെ മാനദണ്ഡം. ആ മാനദണ്ഡ സഹാബാക്കളാണ് മനസ്സിലാക്കി. അതുകൊണ്ടാ സഹോദരങ്ങളെ, അവരവരുടെ ജീവിതത്തിൽ അവനാന്റെ ജീവിതത്യാഗം ചെയ്തിട്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കാൻ വേണ്ടി പോയത്. ഉമ്മമാര് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ പഠിക്കണം. നമ്മൾ പഠിക്കണം. ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ എന്താ ചെയ്തത്? ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹു ഭർത്താവിനെ വീട്ടിൽ നോക്കി മക്കളെ നോക്കി ജീവിച്ച സഹാബി വനിതന്റെ പേരല്ല. അവരതിൽ ഒരു മുടക്കവും പറ്റിയിട്ടില്ല. പക്ഷെ അതുകൊണ്ട് മാത്രം സ്വർഗം കിട്ടും എന്ന് അവരോട് ആരും പറഞ്ഞു കൊടുത്തില്ല. നബി പറഞ്ഞു, ഓരോ ആയത്തും പുരുഷനും സ്ത്രീക്കുള്ളതാണ്. ഓരോ ആയത്തും അള്ളാഹു ചോദിക്കും, എന്ത് അവനവൻ അള്ള നൽകുന്ന തൗഫീഖ് അനുസരിച്ച് സ്വർഗത്തിന് വേണ്ടി എന്ത് ചെയ്തു, അതിൽ ഞാനും ഉൾപ്പെടണം. പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ പഠിപ്പിച്ച ആദർശമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. സഹാബാക്കൾ അതുപോലെ പകർത്തി, നമ്മളും അതുപോലെ പകർത്തേണ്ടവരാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകണം മനസ്സിൽ, ഞാൻ സ്വർഗത്തിന് വേണ്ടി, എന്റെ ആദർശ പ്രചരണത്തിന് വേണ്ടി, എന്റെ നാട്ടിൽ തൗഹീദ് ലഭിക്കാൻ വേണ്ടി, എന്റെ നാട്ടിൽ നിന്ന് ശിർക്ക് മോചിപ്പിക്കാൻ വേണ്ടി, അറ്റ്ലീസ്റ്റ് പരിശുദ്ധ ഖുർആൻ ഞാൻ അധ്വാനിക്ക വഴി ഒരാൾക്കെങ്കിലും ഈ ഖുർആനിന്റെ ആശയം പഠിക്കാൻ വേണ്ടി എന്റെ സ്വർഗത്തിന് വേണ്ടി ഞാൻ എന്തു ചെയ്തു? ഖുർആന്റെ ആയത്ത് എല്ലാവർക്കും അറിയില്ലേ? വമൻ അറാദൽ ആഖിറ. ഒരാൾക്ക് സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാ പോരാ, കൊതിച്ചാ പോരാ. ഉംറക്ക് പോണവനോട് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞാ പോരാ. വമൻ അറാദൽ ആഖിറ വസഅലഹാ സഅയഹാ. അതിനു വേണ്ടി മാത്രം അവൻ അധ്വാനിക്കണം. വസഅലഹാ സഅയഹാ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ജോലിക്ക് പോകണമെന്നല്ല, ജോലിക്ക് പോകുന്നതിനിടയിലും സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കണം. കുട്ടിന്റെ കല്യാണം കഴിക്കുന്നതിനിടയിലും അതിന് പൈസ ഉണ്ടാക്കുന്നിടയിലും സ്വർഗത്തിന് വേണ്ടി പൈസ ഉണ്ടാക്കണം. അവനവൻ ബിസിനസ് എന്റർപ്രണർ ആയിട്ട് ഇങ്ങനെ തുടങ്ങുമ്പം 10 വർഷം 4 വർഷം ഞാൻ ക്ഷമയുടെ സഹനത്തിന്റെ കാലഘട്ടമാണ് എന്ന് പറയുമ്പോഴും അതിനിടയിൽ ഞാൻ മരിച്ചു പോയാലും ഇന്റെ സ്വർഗത്തിന്റെ കാര്യം ഞാൻ നോക്കണം. അതാണ് അവനാണ് അല്ലാഹു മുഅ്മിനായി പരിഗണിക്കുക. ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. എന്തറിയോ, സ്വർഗം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ജീവിതം കൊണ്ട് കിട്ടുന്ന സാധനല്ല. അധ്വാനിക്കുന്നവന് അല്ലാഹു കൊടുക്കുന്ന സമ്മാനത്തിന്റെ പേരാണ് സ്വർഗം എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ഞാൻ എന്തു ചെയ്യണം എന്ന് അവിടെ നിന്ന് ആലോചന തുടങ്ങും. ആ ആലോചനയുടെ പേരാണ് മുജാഹിദ്. പരിശ്രമിക്കുന്നവൻ, അധ്വാനിക്കുന്നവൻ. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പേര് ഇത്തിഹാദു ശുബ്ബാനുൽ മുസ്ലിമീൻ എന്നല്ല എമ്മിന്റെ അർത്ഥം. അല്ല, മുഅ്മിനീൻ എന്നുമല്ല, മുജാഹിദീൻ, അധ്വാനിക്കുന്നവർ. എന്താണ് അധ്വാനം? രാവിലെ മുതൽ വൈകുന്നേരം വരെ അവനവന്റെ തൊടുവിൽ പോയി പണിക്കാർക്ക് പണി കൊടുക്കണ അധ്വാനം ആണോ? അല്ല. അതൊക്കെ ഉണ്ടാകട്ടെ. എന്താ അധ്വാനം അറിയോ? സ്വർഗത്തിന് വേണ്ടി അവനവന്റെ വീട്ടിലും നാട്ടിലും അധ്വാനിക്കുന്നവൻ, അവനാണ് ഇത്തിഹാദു ശുബ്ബാനുൽ മുജാഹിദീൻ. അത് നമ്മളിൽ ഉണ്ടാകണം. നമ്മളിത് പറയുമ്പോഴേ ചിലർക്കെങ്കിലും മനസ്സിലുണ്ടാവും എന്താന്ന് വെച്ചാൽ, ഈ പറഞ്ഞതൊക്കെ സഹാബാക്കളല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മുജാഹിദ് പ്രസ്ഥാനം പടുത്തുയർത്തപ്പെട്ടവിടെ ഇരിക്കുന്ന കാരണവന്മാരായ പണ്ഡിതന്മാരും നേതാക്കന്മാരും, നമ്മൾ ഈ പ്രസ്ഥാനത്തിന്റെ, നമ്മൾക്ക് ഈ ആദർശം എങ്ങനെയാ കിട്ടിയത് എന്ന് ആലോചിക്കുന്നിടത്ത് മനസ്സിൽ വരുന്ന ഏറ്റവും വലിയ പേരുകൾ ഒന്നെന്താ അറിയോ? മുഹമ്മദ് അമാനി മൗലവിയാണ്. എൻ്റെ നാട്ട്
നിലമ്പൂരാണ്. നിലമ്പൂരിൽ നിന്ന് 10 കിലോമീറ്റർ അപ്പുറത്തുള്ള തൊടികപ്പലത്താണ് മുഹമ്മദ് അമാനി മൗലവി തഫ്സീർ എഴുത്ത് തുടങ്ങിയത്. 1952 തൊടികപ്പലത്തിലേക്ക് അമാനി മൗലവി വന്നു. 52 മുതൽ തുടങ്ങി ഏകദേശം വരെ 55 മുതൽ അനൗദ്യോഗികമായി തഫ്സീർ എടുത്ത് അമാനി മൗലവി തുടങ്ങി. നമ്മൾക്ക് അറിയേണ്ടതാണ്, യുവാക്കൾക്ക് അറിയേണ്ടതാണ്. 1960 KP മുഹമ്മദ് മൗലവി വന്ന് തിരൂരങ്ങാടിയിൽ വന്ന് ഔദ്യോഗികമായി അമാനി മൗലവിയോട് തഫ്സീർ എഴുതാൻ വേണ്ടി ഏൽപ്പിച്ചു. 60 തുടങ്ങിയ എഴുത്ത്, യുവാക്കളെ, യുവതികളെ, വാപ്പാരന്മാരെ, 60 അമാനി മൗലവി തഫ്സീർ എഴുതിയിട്ട് എന്നാണ് അവസാനത്തെ അക്ഷരം എഴുതി തീർന്നറിയോ? 1985 ഫെബ്രുവരി മാസം വെള്ളിയാഴ്ച. 25 കൊല്ലം. 25 കൊല്ലം, 2.5 അല്ല, 12 അല്ല, 25 കൊല്ലം. ഒരു മനുഷ്യായുസ് മുഴുവൻ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രചരണത്തിന് റൂമുകളിൽ, വീടുകളിൽ അദ്ദേഹം ഇരുന്നെഴുതി. അതിനുവേണ്ടി എത്ര പേജുണ്ട്? 4 തഫ്സീറുകൾ ഒന്നാകെ കൂട്ടി എത്ര പേജുണ്ട്? 6000 ചില്ലാനം പേജുണ്ട്. ആ 6000 ചില്ലാനം പേജുകൾ എഴുതണമെങ്കിൽ 60,000 പേജ് എഴുതിയിട്ടുണ്ടാവും. എന്നാലേ തിരുത്തി എത്താൻ കഴിയുള്ളൂ. അദ്ദേഹം ജനിച്ചത് ഏകദേശം 1909-10 പറയുന്നുണ്ട്. എങ്കിൽ ആലോചിച്ച് നോക്കൂ, 52ാമത്തെ വയസ്സിൽ അദ്ദേഹം എഴുത്തുടങ്ങിയെങ്കിൽ അവനവന്റെ ജീവിതത്തിലെ 42ാമത്തെയോ 45ാമത്തെ വയസ്സിലാണ് അമാനി മൗലവി തഫ്സീർ എഴുതാൻ തുടങ്ങുന്നത്. ISMകാരെ നമ്മളെ പ്രായത്രയാ? നമ്മളെ പ്രായത്രയാ? നമുക്ക് ശനി ഞായറും വന്ന ഇവിടുന്ന് മൂന്നാർക്കോ എറണാകുളത്തേക്കോ ഓരോ ശനിയും ഞായറും ടൂർ പോയിട്ടില്ലെങ്കിൽ ബേജാറല്ലേ? നമ്മളെ അജണ്ടയാണിത്. എന്റെ നിങ്ങളെ അജണ്ട എന്താ സോങ്ങളെ? ടൂർ പോകുക. ഞാൻ കുറ്റപ്പെടുത്തല്ല. ഒരു മാസത്തിൽ 2 തവണ കുടുംബത്തിനും കൊണ്ട് പോയിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിൽ ഇടങ്ങേറ്. ഇന്റെ കുട്ടിനും കൊണ്ട് പുതിയ ഫുഡ് സ്പോട്ട് കണ്ടിട്ട് അവിടേക്ക് പോയിട്ടില്ലെങ്കിൽ എനിക്കെന്തോ ഞാൻ 2ാം നമ്പറായി തോന്നുക. നമ്മൾ ഈ പ്രായത്തിലാ കൂട്ടരെ, അമാനി മൗലവി വാതിലുകൾ കുറ്റിയിട്ട് ജനാലകൾ തുറന്നിട്ട് അവനവന്റെ ജീവിതത്തിൽ ഇരുട്ടുള്ള റൂമിൽ ഈ ലോകം മുഴുവൻ കത്തിക്കാനുള്ള പ്രകാശത്തിന്റെ അക്ഷരങ്ങൾ എഴുതി തുടങ്ങിയ ISMമാരെ. അത് എന്തുകൊണ്ടുണ്ടായതറിയോ? എനിക്ക് കല്യാണത്തിന് പോകണം, സൽക്കാരത്തിന് പോകണം, ഞാൻ നാട്ടിലെല്ലാത്തിനും ഉണ്ടാകണം, അല്ലെങ്കിൽ ആൾക്കാർ ഇന്നെ പറ്റി എന്താ വിചാരിക്കുക എന്നതിന്റെ അപ്പുറത്ത് ഞാൻ അള്ളാന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കും. അള്ളന്നോട് ചോദിക്കും, നീ ദീന് പഠിച്ചിട്ടും തൗഹീദ് കിട്ടിയിട്ടും നീ എന്ത് ചെയ്തു? അത് നിന്റെ വാപ്പ എന്ത് ചെയ്തു എന്നുള്ളത് ഉത്തരല്ല. നിന്റെ അമ്മോൻ എന്ത് ചെയ്തു എന്നുള്ള ഉത്തരല്ല. ഞാൻ വന്നപ്പോഴേക്ക് ആ നാട്ടിൽ പള്ളി ഉണ്ടായിക്കണമെന്നുള്ള ഉത്തരല്ല. നീ എന്ത് ചെയ്തു എന്നതിന് എനിക്ക് ഉത്തരണ്ടാണം. ആ എഴുത്താ തുടങ്ങിയത്. 25 കൊല്ലം കൊണ്ട് എഴുതി തീർത്തു. അറിയോ സഹോദരങ്ങളെ, എങ്ങനെ എഴുതിയറിയോ? ബന്ധുക്കൾ പറഞ്ഞ വാചകൻ. എഴുതുന്നതിനിടയിൽ ഉറക്കം വന്നിട്ട് എഴുതി തീരുമോ എന്ന് ഭയന്നിട്ട് നിലത്ത് ചെറിയ കുഴിയുണ്ടാക്കി അതിൽ വെള്ളമൊഴിച്ച് തള്ളാം വരൽ അതിലിട്ട് ഉറക്കം വരാതെ മെഴുകുതിരിവട്ടത്തിൽ എഴുതിയെടുത്തതാണ് ആ തഫ്സീർ. വെള്ളിയാഴ്ച, ഫെബ്രുവരി വെള്ളിയാഴ്ചയാണ്. 25 കൊല്ലത്തെ അധ്വാനം കഴിഞ്ഞ് വെള്ളിയാഴ്ച ജുമഅക്ക് വന്നതിനിട്ട് വാണിയമ്പലം മുജാഹിദ് പള്ളിന്ന് അമാനി മൗലവി തഫ്സീർ എഴുതി തീർന്ന അന്ന് ജുമഅക്ക് വന്ന് ഖുത്ബക്ക് ശേഷം പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിനിടയിൽ ആളുകൾ എങ്ങനെയാ തീർന്നെന്ന് അറിഞ്ഞോ? തഫ്സീർ എഴുതിയത് തീർന്നു എന്ന് ആളുകൾ എങ്ങനെ അറിഞ്ഞറിയോ? പ്രാർത്ഥിക്കുന്നിടയിൽ അലമുറയിട്ട് കരയും അമാനി മൗലവിയെ പള്ളിയിലത്തെ ആൾക്കാർ കണ്ടു. മൗലവി അലമുറയിട്ട് കരയാ. പടച്ചോനെ, 25 കൊല്ലത്തിൽ മരിച്ചു പോയില്ലല്ലോ, എഴുതി തീർന്നല്ലോ, നാഥ മുഴുവൻ തീർന്നുവല്ലോ എന്ന സന്തോഷം കൊണ്ട് വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് കരഞ്ഞ് അറിയാതെ ശബ്ദമുയർന്ന് അള്ളാഹുവിനോട് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ. ISMകാരെ, യുവാക്കളെ, 43ാമത്തെയും 44ാമത്തെയും വയസ്സിൽ എഴുതി തുടങ്ങി. അവസാനം 1985 അത് പുറത്തിറങ്ങി. 87 ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയി. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകുമാറാകട്ടെ. കോടിക്കണക്കിന്, ലക്ഷല്ല, കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിൽ ഇന്നും ഒരു ദിവസം ലോകത്ത് എവിടെ നിന്നെങ്കിലും
അമാനിമയുടെ തഫ്സീർ വായിക്കാത്ത ഒരു ദിവസം നമ്മുടെ ആയുഷ്കാലത്തിൽ കഴിഞ്ഞു പോകും. ഈ ലോകത്ത് എവിടെയെങ്കിലും മുസ്ലിമീങ്ങൾ എവിടെ കണ്ടോ? മുസ്ലിമീങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ? അമേരിക്കയിലുണ്ടോ? അവിടുത്തെ മുസ്ലിമീങ്ങൾ തഫ്സീർ വായിക്കുന്നുണ്ട് ഇല്ലേ? കാനഡയിൽ, ഗൾഫ് നാടുകളിൽ എത്രയാണ് കേരളക്കരയിൽ തഫ്സീറിന്റെ അടിസ്ഥാനത്തിൽ ലേണിംഗ് ക്ലാസുകൾ, QHLSകൾ, സുബഹിക്ക് ശേഷമുള്ള വായനകൾ, വെളിച്ചം ഖുർആൻ പഠന പദ്ധതികൾ, കണ്ണു കാണാത്ത ആളുകൾക്ക് അവരുടെ ഭാഷകളിൽ നടക്കുന്ന കൃതികൾ, സഹോദരിമാർക്ക് റമദാനിൽ സ്പെഷ്യൽ. മുഴുവനും സഹോദരങ്ങളെ, ഖബറിലേക്ക് നമ്മൾ കൈമാറി തന്ന അറിവുകൾ നമ്മുടെ സദഖത്തുൻ ജാരിയായി ഖബറിലേക്ക് വരും. അതെങ്ങനെ ഉണ്ടായി? അമാനി മൗലവി എങ്ങനെ ഉണ്ടായി എന്നറിയോ? ചിന്ത മാറ്റി വെച്ചു. എന്തെന്നറിയോ? എനിക്ക് ഈ ദുനിയാവില് ഞാനും എന്റെ കുടുംബം സുഖിച്ച് ജീവിക്കണീന്റെ ഇടക്ക് ബാങ്ക് കൊടുത്താൽ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ മതി, വേണമെങ്കിൽ പള്ളിക്കൊക്കെ പോയി നിസ്കരിച്ചാൽ മതി എന്ന ഇപ്പോഴത്തെ ചിന്ത ഉണ്ടല്ലോ, ഈ ചിന്തയിൽ നിന്ന് മാറിയപ്പോണ്ടായതാ തഫ്സീർ. ഈ ചിന്തയിൽ നിന്ന് മാറിയപ്പോണ്ടായതാ തഫ്സീർ. വെറുതെ ഉണ്ടായതല്ല. ഞാന് എന്റെ വാപ്പാരും എളാപ്പാരൊക്കെ അന്നത്തെ പൈസ കൊണ്ടുണ്ടാക്കിയ പള്ളിക്ക് ബാക്കിൽ പോയിട്ട് ഇങ്ങനെ നിസ്കരിച്ചിട്ട് ആ പള്ളിക്കും വേണ്ടി ഒന്നും ചെയ്യാതെ ഈ ദുനിയാവെന്ന് മരിച്ചുപോയാലും അവിടെ പോയി ഇങ്ങനെ നിസ്കരിച്ചാൽ കിട്ടുന്നതാണ് സ്വർഗം എന്ന ചിന്തീന്ന് മാറിയപ്പോണ്ടായ തഫ്സീർ. നിങ്ങൾ ആ 25 കൊല്ലത്തിനിടക്ക് നാട്ടിൽ നടക്കുന്ന എത്ര പ്രോഗ്രാം അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ പേര് പറയാൻ കാരണം സ്വർഗത്തിന് വേണ്ടി ജീവിച്ചു എന്നുള്ളതാണ്. സ്വർഗത്തിന് വേണ്ടി അധ്വാനിച്ചു. ആ അധ്വാനം ഇത് സഹാബിന്റെ പേരാ ആണോ? തബഉ താബഈന്റെ പേരാ അല്ല, നമ്മളെ വാപ്പാര പ്രായമുള്ള മനുഷ്യന്മാരുടെ പേരാണ്. എന്തുകൊണ്ടറിയാം? സ്വർഗം എന്നുള്ളത് അവനവന്റെ യുവത്വ കാലഘട്ടത്തിൽ പടച്ചോനോട് ചോദിച്ച് വെറുതെ കിട്ടുന്നതല്ല, ചോദിച്ച് അധ്വാനിക്കുന്നവന് അള്ള കൊടുക്കുന്ന സമ്മാനത്തിന്റെ പേരാണ് സ്വർഗം. പടച്ചോനെ സമ്മാനമായിട്ട് കൊടുക്കുകയാണ് അധ്വാനിക്കുന്നവന്. ഞാൻ എറണാകുളം ജില്ലയിൽ കൊച്ചി ഭാഗത്ത് ഒരു പ്രോഗ്രാമിന് പോയി. രാവിലത്തെ ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ, ഒരു ഉള്ളിലൊരു വീട്ടിൽ ഇങ്ങനെ കയറി ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ അവിടുത്തെ ഒരു ചുറ്റുപാടുകൾ ഇങ്ങനെ കുറെ നമ്മുടെ തൗഹീദിന്റെ ആൾക്കാർ, വലിയൊരു സാമ്പത്തികമൊക്കെ ഉണ്ട ഒരു ഏരിയയിൽ കുറച്ചിങ്ങനെ മുജാഹിദ് കുടുംബങ്ങൾ. ഞാൻ അങ്ങനെ സംസാരത്തിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊക്കെ ഭയങ്കര ശിർക്കലേനി മൗലവി, ഞങ്ങളൊക്കെ പേര് ശിർക്ക്, ദീനുമില്ല ശിർക്കുമാണ്. നിങ്ങളെങ്ങനെ തൗഹീദക്ക് വന്നത്? അവരുടെ വാക്കെന്താ അറിയോ? ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് ഉമർ മൗലവി കടന്നു വന്നത്. അദ്ദേഹത്തിന്റെ വാക്ക് ഞാൻ ഇന്ന് ആലോചിക്കാണ്. നിങ്ങളിപ്പോ ഇരിക്കണില്ലേ, ഇവിടെ നീ കാണുന്ന സ്റ്റെപ്പില്ലേ, ഈ സ്റ്റെപ്പ് കയറി ഉമർ മൗലവി ഈ പെരീക്കാണ് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ കുടുംബാണോ? അല്ല. പിന്നെ ഉമർ മൗലവി കയറാത്തൊരു വീടും ഇവിടെ ഇല്ല. ഞാൻ ശരിക്കും അന്താളിച്ചു. അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ഉമർ മൗലവി കയറാത്ത ഒരു വീടും ഇവിടെ ഇല്ല. അദ്ദേഹം രാവിലെ വരും, ആളുകളുടെ ജോലി കഴിഞ്ഞ് എത്തുന്ന സമയം നോക്കി, വിശ്രമിക്കുന്ന സമയം നോക്കി മെല്ലെ വരും, ഇരിക്കും. എന്നിട്ട് ദീനിങ്ങനെ പറയും. ഞങ്ങൾ ചിലവര് കേൾക്കും, ചിലവര് കേൾക്കൂല. ആദ്യമായിട്ട് കേൾക്കണോല് ഇങ്ങനെ വീണ്ടും ചോദിക്കും. ഓരോ വീടും കയറി 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 ആളുകളോട് ദീന് പറഞ്ഞ് സംശയ ദൂരീകരണം നടത്തി അവസാനം ഈ ഏരിയ മൊത്തം ഓരോ റബീഉൽ അവ്വലിനും പൂത്തിരി കത്തിച്ച് വിഷു ആഘോഷിക്കുന്നത് പോലെ പടക്കം പൊട്ടിച്ച് ഞങ്ങളുടെ നാട് ഇന്ന് റബീഉൽ അവ്വലാകട്ടെ, നാട്ടിലുള്ള ഏതെങ്കിലും ഉത്സവമാകട്ടെ, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ആഘോഷങ്ങൾ അതുപോലെ ആഘോഷിച്ച് ശിർക്കും ബിദ്അത്തും ഖുറാഫാത്തും ഇല്ലാത്ത ഒരു നാടാക്കി ഈ നാട് മാറ്റി. ഞങ്ങളുടെ പലരുടെയും പേരക്കുട്ടികൾക്ക് ഞങ്ങൾ ഇട്ട പേര് ഉമർ എന്നാണ്. അത് അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരോടൊപ്പം ഞങ്ങൾക്ക് ഹിദായത്തിന് അല്ലാഹ് കാരണമാക്കിയ, ഞങ്ങളുടെ വീടുകളിൽ വന്ന് പച്ചവെള്ളം കൊടുത്താൽ പോലും ചിലപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് 2-3 മണിക്കൂറും ദീന് പറഞ്ഞു എന്ന് ശിർക്കിൽ നിന്ന് മോചിപ്പിച്ച ഞങ്ങളുടെ ഉമർ മൗലവിന്റെ നാമത്തിലെ ഞങ്ങൾ പേരക്കുട്ടിയൊക്കെ പേരിട്ടത്. ഞാൻ എന്തിനത് പറയണറിയോ? ഇത് പറയാനുള്ള യോഗ്യത നമുക്ക് ഉണ്ടായിട്ടല്ല, പക്ഷെ തൗഹീദുള്ള നമ്മുടെ ധാരണകൾ മാറണം. ആ ധാരണ എന്താ അറിയോ? പരീക്ഷയ്ക്ക് ജയിക്കണമെങ്കിൽ പഠിക്കണം എന്ന് നമുക്കുണ്ട്. വരുമാനം ഉണ്ടാകണമെങ്കിൽ പണിയെടുക്കണം എന്ന് നമുക്കുണ്ട്. റിസ്ക് എടുത്താലേ ജീവിതത്തിൽ വിജയമുള്ളൂ എന്നും നമുക്കുണ്ട്. എന്നാൽ സ്വർഗം കിട്ടാൻ ഈ പോക്ക് ഇങ്ങനെ പോയാ മതി എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? SSLCന്റെ വില പോലും
നാട്ടിൽ നടക്കുന്ന 50,000 റുപ്യന്റെ ജോലിന്റെ വില പോലും, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഠിനാധ്വാനം ചെയ്താലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ, ആ ആരോഗ്യത്തിന്റെ വില പോലും സ്വർഗത്തിന് നമ്മുടെ മനസ്സിലില്ല, നാവ് കൊണ്ട് പറഞ്ഞിട്ടില്ലെങ്കിലും. അലാ ഇന്ന സൽഅത്തല്ലാഹി ഹിയൽ ഗാലിയ, അല്ലാഹുവിന്റെ വാക്ക് എന്താ അറിയുക, ലോകത്തെ ഏറ്റവും മൂല്യമുള്ളത് സ്വർഗ്ഗാണ്. ആ സ്വർഗത്തിന് വേണ്ടി അധ്വാനിക്കണം. ആ അധ്വാനം നമ്മുടെ ജീവിതത്തിൽ നടക്കണം സഹോദരങ്ങളെ, ആ അധ്വാനം നടക്കണം. AP അബ്ദുൽ ഖാദർ മൗലവി, ഞാൻ ഖുത്ബ പറയണ ഇപ്പൊ ഇടവണ്ണയാണ്. AP അബ്ദുൽ ഖാദർ മൗലവി മരണപ്പെട്ടതിന് ശേഷം അവിടെയുള്ള ആളുകൾ പറയണേക്ക, പിറ്റേ മറമാടിയതിനു ശേഷം അവിടേക്ക് പള്ളിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടി എല്ലാ നമസ്കാരം എല്ലാം കഴിഞ്ഞ് പിന്നീട് ഇങ്ങനെ പോയപ്പോ വൈകുന്നേരം അവർക്ക് പരിചയമില്ലാത്തൊരാൾ വന്നു. അദ്ദേഹം 2-3 ദിവസം ആ പള്ളിയിൽ തന്നെ ഉണ്ടായപ്പം നാട്ടുകാർ ചോദിച്ചല്ലോ, അല്ല നിങ്ങളിവിടെ പരിചയമല്ലല്ലോ. അപ്പൊ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, അല്ല ഞാൻ വടക്ക് ഭാഗത്തു നിന്നുള്ള ആളാണ്. എന്താ ഇവിടെ? ഒന്നുമില്ല, ഞാന് മൗലവി മരിച്ചത് അറിഞ്ഞ് കുറച്ച് വൈകിട്ടാണ് അറിഞ്ഞത്. അറിഞ്ഞിങ്ങോട്ട് എത്തിയപ്പോഴേക്കും മയ്യത്ത് നിസ്കാരം കഴിഞ്ഞു. ഞാൻ ഖബറിങ്ങ പോയിട്ട് നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. പള്ളി തന്നെ തേണ്ട എന്നും പോവുക, ഖബറിന്റെ അടുക്കലേക്ക് പോവുക, തിരിച്ചു വരിക. എന്തേന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകതാണല്ലോ, എന്റെ നാട്ടില് മൗലവി വന്ന് പ്രസംഗിക്കാൻ നേരത്ത് ആ നാട്ടിലുള്ള ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഇവിടെ ദാ നമ്മളെ ദീനിന്ന് തെറ്റിക്കണ ഒരാൾക്കാർ, ഒരു കൂട്ടം ടീമിന്റെ പ്രസംഗം നടക്കുന്നുണ്ട്, കേക്കണ്ടട്ടോ, കേക്കാണെങ്കിൽ തന്നെ കല്ലെടുത്താണ്ട് എറിഞ്ഞാണ്ട് തീരുമാനാക്കണ്ടെങ്കിൽ മാത്രം അവിടെ നിന്നാ മതി. ഞാൻ ഒരു വലിയ കല്ലും ഒരു വടിയുമായിട്ട് മൗലവിന്റെ പ്രസംഗം എറിയാനും അടിക്കാനും വേണ്ടി മറഞ്ഞെന്ന മനുഷ്യനാണ്. ഇന്റെ ഒപ്പം 2-3 ആൾക്കാരും കൂടി ഉണ്ടേനി. അദ്ദേഹം ഇങ്ങനെ പ്രസംഗം തുടങ്ങി. കുറച്ചിങ്ങോട്ട് കഴിയട്ടെ, പ്രസംഗം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തട്ടെ, ഇങ്ങോട്ട് മതി ഏറും അടിന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പ്രസംഗം തുടങ്ങി. ആയത്തിങ്ങനെ ഉദ്ധരിച്ച് അർത്ഥം പറയുന്നപ്പോ അത് കേട്ടോക്കെ കുഴപ്പമില്ല എന്ന് വന്നു. 2.5 മണിക്കൂർ പ്രസംഗം കഴിഞ്ഞപ്പം അദ്ദേഹത്തിന്റെ തന്നെ പ്രസംഗം പിറ്റേ ദിവസം വേറെ സ്ഥലത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 5 പേരും അങ്ങോട്ട് പോയി. 3 സ്ഥലത്തെ പ്രസംഗം കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് മനസ്സിലായി എന്താണ് ദീന്, എന്താണ് തൗഹീദ്. ഒരാള് പോലും ഇല്ലാത്ത ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ 5 പേർ അള്ളാഹുവിനെ മനസ്സിലാക്കിയത്, ഖുർആൻ മനസ്സിലാക്കിയത്, പ്രവാചകനെ മനസ്സിലാക്കിയത് മൗലവിയുടെ പ്രസംഗം കൊണ്ടാണ്. ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ 10-ലധികം പള്ളിയുണ്ട്. അതിന്റെ മുഴുവൻ തുടക്കക്കാരൻ അദ്ദേഹമാണ്. പടച്ചോനെ, എനിക്ക് ഹിദായത്തിനായി അള്ളാഹു കാരണമാക്കിയ മൗലവിയുടെ മയ്യത്ത് ആളുകളുടെ കൂടെ ഒന്നിച്ച് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന സങ്കടത്തോണ്ടാണ് ഞാൻ 2-3 ദിവസം അവിടെ നിൽക്കുന്നത്. ഞാൻ എന്റെ വാക്കുകൾ ഈ ഭാഗം ചുരുക്കാൻ. സഹോദരങ്ങളെ, എങ്ങനെ നമ്മുടെ നാട്ടില് സഹാബാക്കളെ പോലെ അത്രയൊന്നും ജീവിതത്തിൽ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ പലർക്കും ഇല്ലാതിരുന്നിട്ടും, അല്ലെങ്കിൽ നമ്മുടെ അത്രയൊന്നും സൗകര്യം അവർക്കില്ലാതിരുന്നിട്ടും സഹാബാക്കളെ പോലെ ജീവിക്കാൻ നമ്മുടെ പണ്ഡിതന്മാർക്ക് കഴിഞ്ഞ എന്തുകൊണ്ടറിയോ? സ്വർഗം എന്നത് അധ്വാനിക്കുന്നവർക്ക് കിട്ടുന്നതാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ്. ആ ബോധ്യത്തിലേക്ക് നമ്മൾ വരണം. അത് നഷ്ടപ്പെട്ടു പോകരുത്. അത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ കിട്ടൂല, പിന്നെ ഒരിക്കലും കിട്ടൂല. സ്വർഗത്തിന് വേണ്ടി ഞാൻ അധ്വാനിക്കണം. അധ്വാനിച്ചാൽ ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു, ലോകത്ത് ഏറ്റവും കൂടുതൽ നിഅമത്ത് കിട്ടിയ ആൾക്കാരാരാ? ഇന്ന് 2025 ചോദിച്ചാൽ നമുക്ക് എണ്ണിങ്ങനെ പറയും. നിങ്ങൾ ഇന്ത്യൻ പേര് ഫലസ്തീനും ഗസയും നമ്മൾ കാണുന്നതാണ്, നമ്മൾ കണ്ടതല്ലേ സോങ്ങളെ. 1 കിലോമീറ്ററിൽ 7 പള്ളികളുടെ നാടേനും ഗസ. 1 കിലോമീറ്ററിൽ 7 പള്ളി. ഇന്ന് 7 കിലോമീറ്ററിൽ ഒരു പള്ളിയില്ല. 7 കിലോമീറ്ററിൽ ഒരു പള്ളിയില്ല. ജുമാ നടത്തുന്നത് യൂട്യൂബിലുണ്ട്. പള്ളി നിന്ന സ്ഥാനത്ത് തകർന്നു വീണ കെട്ടിടങ്ങളുടെ സ്ലാബിന്റെ മുകളിൽ ഖത്തീബ് നിന്നിട്ട് ഖുത്ബയുടെ റുക്കിനുകളും ഷർത്തുകളും പാലിച്ചിട്ട് പിന്നീട് പറയാൻ, പട്ടിണി കൊണ്ട് എനിക്ക് കഴിയുന്നില്ല, എനിക്കറിയാം, കേൾക്കാനും നിങ്ങൾക്ക് പട്ടിണി കൊണ്ട് കഴിയുന്നില്ലായിരിക്കാം എന്ന് പറഞ്ഞ് ആയത്തോതി 1-ാം ഖുത്ബ കഴിഞ്ഞ് 2-ാം ഖുത്ബക്ക് എഴുന്നേറ്റ് അടുത്ത ആയത്തോതി ഇരുന്ന് 10 മിനിറ്റ് കൊണ്ട് വെള്ളിയാഴ്ച ജുമാ ഖുത്ബയും നിസ്കാരം കഴിക്കുന്ന പ്രദേശമാണ് ഗസ. ആ ഗസക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോട് അല്ലാഹ് എന്താ ചോദിക്കറിയോ? നമ്മുടെ അല്ലാഹ് എന്താ ചോദിക്കറിയോ? നമ്മുടെ കയ്യിന്റെ മുന്നിൽ അല്ലാഹു ഈ ഖുർആൻ തന്നു, ഈ തൗഹീദ് തന്നു, പള്ളി തന്നു, നാട് തന്നു, ദഅവത്തുള്ള സാധ്യത തന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വഴി ഒരാൾക്കെങ്കിലും ഹിദായത്ത് കിട്ടാൻ
നീ എന്താണ് ചെയ്തത് എന്ന് വ്യക്തിപരമായി ചോദിക്കുമ്പോൾ അമാനി മൗലവി തഫ്സീർ ഇങ്ങനെ പൊന്തിച്ചു കാണിക്കും. ഉമർ മൗലവി ആ വീട് മുഴുവൻ കയറിയതിന്റെ കാണിക്കും. AP അബ്ദുൽ ഖാദർ മൗലവി അദ്ദേഹത്തിന്റെ പ്രസംഗം വഴി ദീനിക്ക് വന്നോലെ കാണിക്കും. ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ പണ്ഡിതന്മാർ അവരെഴുതിയ ലേഖനങ്ങൾ അള്ളാന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കും. നമ്മുടെ പ്രഭാഷകന്മാർ അവരുദ്ധരിച്ച ഉദ്ധരണികളും പ്രസംഗങ്ങളും കാണിക്കും. പ്രിയപ്പെട്ട യുവാക്കളെ, ISMകാരെ, നമ്മൾ അള്ളാന്റെ മുന്നിൽ അവരുടെ പിന്നിൽ നിന്ന് കാണിക്കാൻ എന്താണ് നമുക്കുള്ളത് ആലോചിക്കണ്ടേ? നമുക്കെന്താ ഉയർത്തി കാണിക്കാനുള്ളത്? പടച്ചോനെ, ഞാൻ എന്റെ നാട്ടിൽ വെളിച്ചത്തിന്റെ ഗ്രന്ഥം അഥവാ പരിശുദ്ധ ഖുർആൻ, ആ ഗ്രന്ഥം ഇങ്ങനെ വീട് വീടാന്തരം കയറി ഇറങ്ങുക വഴി ഒരാളെ ജുമഅക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, നമ്മൾക്ക് ആ ലിസ്റ്റിൽ വന്ന് നിൽക്കാം. പടച്ചോണ്ട് പറയാ, ഒരു പരിധി വരെ പടച്ചോണ്ട് പറയാം, ഞാൻ അധ്വാനം നിർത്തിയിട്ടില്ല. അല്ലാഹുവേ, എന്റെ നാട്ടിൽ കൊടിയ ശിർക്കിൽ ജീവിച്ച മക്കളെ ഞാൻ തൗഹീദിന്റെ ക്ലാസുകളും പ്രഭാഷണങ്ങളും കേൾക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ഏലസ് കെട്ടിയിരുന്നവർ ഞാൻ അവർക്ക് ദീന് പറഞ്ഞുകൊടുത്ത് ഇന്നവർ ശിർക്കിൽ നിന്ന് മോചിതമായി എന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ നമ്മൾക്ക് ഉയർത്തി കാണിക്കാൻ അള്ളാന്റെ മുന്നിൽ ഒരു തെളിവെങ്കിലും ഉണ്ടാകും. ഇനി നമ്മൾ ആലോചിക്കുക, നമ്മുടെ കൈയും നമ്മുടെ കാലും നമ്മുടെ ശരീരവും പടച്ചോന്റെ സ്വർഗത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കാൻ നമുക്ക് എന്താ ഉള്ളത്? അത്രയും ഞാമത്ത് കിട്ടിയ നമ്മള് അത്രയും ഞാമത്ത് നമ്മൾ കേട്ടിട്ടില്ലേ? അമാനി മൗലവി തഫ്സീറിൽ അമാനി മൗലവി എഴുതിയ നമ്മൾ കണ്ടില്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമേ വിശന്നിട്ട് കഴിക്കാനുള്ളത്, ഒരു ദിവസം പട്ടിണി കിടന്നിട്ട് രാത്രി ഉറങ്ങി പിറ്റേ ദിവസം എഴുന്നേറ്റിട്ട് എന്താ കഴിക്കാനുള്ളത് ചോദിച്ചപ്പോ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ, എങ്കിൽ എനിക്ക് സുന്നത്ത് നോമ്പാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ദിവസം അടുപ്പിച്ച് ഭക്ഷണം കിട്ടാതെ അവസാനം രാത്രി ഉറക്കം വരാൻ വേണ്ടി മരുഭൂമി കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഉറക്കം വരാൻ വേണ്ടി, പട്ടിണി കൊണ്ട് ഉറക്കം വരാൻ വേണ്ടിയിട്ട് മരുഭൂമി കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ആ നടക്കുമ്പോഴാണ് ഇരുട്ടത്ത് ഒരാളെ കാണുന്നത്. പ്രവാചക സദസ്യം ആരാന്ന് ചോദിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്തേ അബൂബക്കറെ എന്ന് ചോദിച്ചു. ഒന്നുമില്ല നബിയെ, എനിക്ക് ഭക്ഷണമൊന്നും കിട്ടിയില്ല, ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഉറക്കം വരാൻ വേണ്ടി മരുഭൂമി കൂടെ നടക്കുകയാണ്. വീണ്ടും ഒരാളെ കണ്ടു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 3 പേരുടെയും പ്രശ്നം ഒന്നാണ്. എന്താ അറിയോ? ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മുകളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 ആളുകൾ മരുഭൂമിയിലൂടെ ചുടുകാറ്റ് കൊണ്ട് ഉറക്കം വരാൻ വേണ്ടി നടക്കാൻ, പട്ടിണി കൊണ്ട് ഉറങ്ങാൻ കഴിയാഞ്ഞിട്ട്. ആ 3 പേര് നടക്കണ കണ്ടപ്പോഴാണ് അൻസാരിയായ സഹാബി 3 പേരെയും കണ്ടിട്ട് എന്താന്ന് ചോദിച്ചപ്പം വിശന്നതുകൊണ്ടാണ്, ഭക്ഷണം കിട്ടാത്തതുകൊണ്ടാന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഓക്കെ, ഞാൻ ആടുണ്ട്, ആടിനെ അറുക്കാം, വേവിച്ചു തരാം, പക്ഷെ കുറച്ച് നേരങ്ങൾ ഇരിക്കണം, അതിനുള്ളൊരു സമയം വേണം. അതിന്റെ തുടക്കം നിലനിരക്ക് ഒരു തോൽ സഞ്ചിയിൽ വെള്ളമെടുത്ത് അദ്ദേഹം പ്രവാചകന് കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹ്, ആദ്യം ഈ വെള്ളം കുടിച്ചോളൂ, ദാഹം മാറ്റിക്കോളൂ, അപ്പോഴേക്കും ഞാൻ മാംസം വേവിച്ചു തരാം. ആ പാത്രം, വെള്ളമുള്ള ആ പാത്രം പ്രവാചകൻ ഇങ്ങനെ എടുത്തിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒഴിച്ചൊടുക്കുകയാണ്. ആർത്തിയോടെ, കൗതുകത്തോടെ, ഒരു ദിവസം മുഴുവനും ഒരു തുള്ളി വെള്ളം കിട്ടാത്തൊരു മനുഷ്യൻ, ഉറങ്ങാൻ കഴിയാതെ മരുഭൂമിയിലൂടെ നടക്കുന്നവന്റെ മുന്നിലേക്ക് കുടിക്കാൻ ആവതോളം തണുത്ത വെള്ളം കിട്ടിയ സന്തോഷത്തിൽ ബിസ്മി ചൊല്ലി അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കുടിച്ചൊന്നാമത്തെ കവിൾ ഇങ്ങനെ ഇറക്കിയപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പിടിച്ചിട്ട് രണ്ടാമത് ഒഴിച്ചു കൊടുക്കേണ്ടി മുന്നേ പറഞ്ഞ വാക്കാണ് എന്താ അറിയോ? സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അബൂബക്കറെ റളിയല്ലാഹു അൻഹു, അബൂബക്കർ, ഈ കുടിച്ച ഒരു തുള്ളി വെള്ളമുണ്ടല്ലോ, ഒരു ഗ്ലാസ് വെള്ളമുണ്ടല്ലോ, അതിന് നീ അള്ളാനോട് പരലോകത്ത് മറുപടി പറയേണ്ടി വരും കേട്ടോ. നമ്മളിങ്ങനെ വെറുതെ ആലോചിച്ച നമ്മൾ പ്രസംഗത്തിലപ്പുറത്ത് നമ്മൾ ഇങ്ങനെ ജീവിതത്തിൽ കടന്നുക്കണം. ഇങ്ങനെ ജീവിതത്തിൽ ചെറുപ്പകാലല്ല, ഇവിടെ ഇരിക്കണ യുവാക്കളുടെ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കടന്നുക്കണം. ഭക്ഷണം കിട്ടാതെ ഉറക്കം വരാതെ നടന്നിട്ട് അവസാനം പച്ചവെള്ളം കുടിക്കുന്ന ഒരു മനുഷ്യനോട് പ്രവാചകൻ പറഞ്ഞ വാക്കാണ്, ഈ കുടിച്ച വെള്ളത്തിന് ഇത് കിട്ടാതെ, ദാഹജലം കിട്ടാതെ അവനവന്റെ നാട്ടിലുള്ള ചളിവെള്ളത്തിൽ നിന്ന് കോരി കുടിക്കുന്നവരുണ്ട്, നമ്മൾക്ക് കിട്ടുന്നില്ലേ? അതിന് അല്ലാണ്ട് നമ്മൾ എന്താ കാണിച്ചത്? ഇത് നമ്മളോടാ ഖുർആന്റെ ചോദ്യമാണ്, മൗലവിന്റെ ചോദ്യമല്ല, ഖുർആന്റെ ചോദ്യമാണ്. എന്താണ് ഷാഹിദ്? നിനക്കല്ല ജോലി തന്നിട്ട്, ഭാര്യയെ തന്നിട്ട്,
മക്കളില്ലാത്തവരുടെ ലോകത്ത് മക്കളെ തന്നിട്ട്, ആരോഗ്യം തന്നിട്ട്, തൗഹീദ് തന്നിട്ട്, പള്ളി തന്നിട്ട്, മദ്രസ തന്നിട്ട്, ഇന്ത്യ രാജ്യവും കേരളവും തന്നിട്ട് നീ എന്ത് ചെയ്തു? അതിനൊരു ഉത്തരം ഉണ്ടാവണം. ഇന്റെ നേതാക്കന്മാർ ചെയ്തത് നേതാക്കന്മാരുടെ ഖബറാണ്. അതിന് എനിക്ക് പറയാൻ കഴിയണം, പടച്ചോനെ നീ തന്ന ഖുർആൻ ആളുകളിലേക്ക് എത്തിക്കാൻ ഞാൻ എന്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു. ലഹരിയിൽ മുങ്ങിത്താന്നിരുന്ന യുവാക്കളെ മുന്നിൽ ഒരു ലഘുലേഖയെങ്കിലും കൊണ്ടുപോയി കൊടുക്കാൻ MSMന്റെ കീഴിൽ ഞാൻ മുന്നിലുണ്ടായി. പടച്ചോനെ, ദീൻ എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് തൗഹീദി പ്രഭാഷണം നടത്താൻ ഞാൻ എന്റെ കീശയിൽ നിന്ന് പൈസ ചെലവഴിച്ചിട്ടും നാട്ടിൽ ഒരു 2-3 പ്രഭാഷണങ്ങളെങ്കിലും ആളുകൾക്ക് വേണ്ടി ഞാൻ തൗഹീദി പ്രഭാഷണം നടത്താൻ മുന്നിലുണ്ടായി എന്നെങ്കിലും പറയാൻ നമ്മൾക്ക് ബോധ്യമുണ്ടാകേണ്ട സഹോദരങ്ങളെ. ഉണ്ടാണ്ടേ നമ്മൾക്ക് കിട്ടിയ നിഅമത്ത് എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഓരോ വെള്ളിയാഴ്ച വരുമ്പോഴും, വെള്ളിയാഴ്ച ദിവസം വരുമ്പോഴും ഞങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് അല്ലാഹുവിനെ സ്തുതിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കെന്താ അറിയോ? അത് കേൾക്കുമ്പോൾ നിങ്ങൾ കരുതും വെള്ളിയാഴ്ച അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം എന്ന രൂപത്തിൽ. അതൊരു ഭാഗം. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല ഇതെന്താണെന്നറിയോ? മദീന പള്ളിയിൽ ജുമഅക്ക് പങ്കെടുക്കുന്ന ആളുകൾക്ക് ജുമഅക്ക് ശേഷം പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ധനാഢ്യയായ ഒരു സഹോദരി ഒരു പിടി ഭക്ഷണം ജുമഅക്ക് പങ്കെടുത്തവർക്ക് കൊടുക്കും. അബൂ റളിയല്ലാഹു പറയൻ, ഖുത്ബ കഴിഞ്ഞ്, പ്രവാചകന്റെ ഖുത്ബ കഴിഞ്ഞ്, സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ്, പ്രാർത്ഥന കഴിഞ്ഞ് ജുമഅക്ക് വന്ന ആളുകൾക്ക് വേണ്ടി ഒരു പിടി ഭക്ഷണം നിരത്തിങ്ങനെ വെച്ചതിൽ ഞങ്ങൾ ആർത്തിയോടെ, ആനന്ദത്തോടെ, ഭക്തിയോടെ, തഖ്വയോടെ ആ ഭക്ഷണം ഇങ്ങനെ കഴിച്ച്, ഒരു പിടി ഭക്ഷണം കഴിച്ച് കൈവിരലുകളുള്ള ഭക്ഷണ ഭാഗങ്ങൾ സ്വന്തം വായ കൊണ്ട് വൃത്തിയാക്കി അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വജഅൽനി മിനൽ മുസ്ലിമീൻ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അടുത്ത പ്രാർത്ഥന, അല്ലാഹുവേ അടുത്ത വെള്ളിയാഴ്ച നീ ഒന്ന് പെട്ടെന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു തരയണമേ. എന്തേക്കാനറിയോ? ഇനി ഇങ്ങനെ ഒരു പിടി ഭക്ഷണം പൂർണ്ണമായും കഴിക്കുവാൻ അടുത്ത വെള്ളിയാഴ്ച വരെ കാത്തിരിക്കേണ്ടി വന്നിരുന്നു. സോങ്ങളെ, ഞാൻ എന്റെ വാചകങ്ങൾ ചുരുക്കുകയാണ്. നമ്മുടെ മനസ്സിലൊരു സ്പാർക്ക് ഉണ്ടാകണം. എന്തെന്നറിയോ? ബിലാൽ റളിയല്ലാഹു അൻഹു എന്നുള്ളത് പേരല്ല, ജീവിച്ച നമ്മളെപ്പോലെയുള്ള ഒരു വ്യക്തിയുടെ, ഒരു സഹാബിന്റെ പേരാണ്. അമ്മാർ റളിയല്ലാഹു അൻഹു എന്നത് ചരിത്രത്തിലെ പേരല്ല, നമ്മളുടെ അതേപോലെ മജ്ജയും മാംസവുമായി ജീവിച്ച, സ്വർഗത്തിന് വേണ്ടി ജീവിച്ച സഹാബാക്കളുടെ പേരാണ് എന്ന് നമ്മുടെ മനസ്സിലുണ്ടാണ്. അവിടെ ചരിത്രം എന്നുള്ളത് പ്രസംഗം കേട്ട് കരയാനോ വികാരമുണരാനോ ഉള്ളതല്ല. എന്റെ ജീവിതത്തിൽ, എന്റെ മഹല്ലിലും എന്റെ നാട്ടിലും അവർ ചെയ്ത ത്യാഗം പോലെ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോ എനിക്ക് വേണ്ടി, സ്വർഗത്തിന് വേണ്ടി ചെയ്യാൻ എന്റെ മനസ്സിൽ ആവേശം നൽകുന്ന പേരാണ് എന്ന് ഹൃദയത്തിൽ ഉണ്ടാകണം. നമ്മുടെ ഓരോ പണ്ഡിതന്മാരുടെയും ഇതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ. അവിടെ നിന്ന് മാറിയാൽ ആർക്കെങ്കിലും മനസ്സിൽ ഇങ്ങനൊക്കെ ജീവിച്ചാലും സ്വർഗത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിട്ടില്ലെങ്കിലും സ്വർഗം കിട്ടും ധാരണയെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ 113 അധ്യായം ഉണ്ടാവുള്ളൂ, 114ാമത്തെ അധ്യായം ഉണ്ടാവൂല. നമ്മുടെ നാട്ടിൽ ചിലരെങ്കിലും, ഞാൻ ഒരിക്കൽ കുറ്റപ്പെടുത്തില്ല, ചിലരെങ്കിലും പറയും അന്ന് വിശേലടാ കുറച്ചൊക്കെ നിസ്കാരം ഇതൊക്കെ എല്ലാക്കെ മതി. അങ്ങനെ ഈ പരിശുദ്ധ ഖുർആൻ 113 അധ്യായം മതി. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ഭൂരിപക്ഷം മനുഷ്യന്മാർ നശിച്ചു. നശിച്ചു എന്ന് പറഞ്ഞാൽ നരകത്തിലാണ്. നിങ്ങൾ അല്ലാഹ് പറയട്ടോ, തൗഹീദുള്ളവരെ 4 ഗുണങ്ങൾ ഉള്ളവർക്കേ സ്വർഗ്ഗമുള്ളൂ. ഇല്ലല്ലദീന ആമനു, തൗഹീദ് കറക്റ്റ്, വഅമലു സ്വാലിഹാത്ത്, നിസ്കാരം, അമലു സ്വാലിഹാത്ത്, നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഉംറ, സദഖ, സകാത്ത്. അപ്പൊ അല്ലാഹ് അവിടെ നിർത്തണം. തൗഹീദ് ഉണ്ട്, ഇതുണ്ട്. നിർത്തിയോ സോങ്ങളെ? ഇല്ല. നിർത്തിയിരുന്നെങ്കിൽ നമ്മുടെ വാദം കറക്റ്റ് ഇനി. നിർത്തിയില്ല, അല്ലാഹ് നിർത്തിയില്ല. വതവാസോ ബിൽ ഹഖി, തൗഹീദ് കിട്ടിയ നമ്മൾ നമ്മുടെ കുടുംബത്തിലും നാട്ടിലും നമ്മുടെ രാജ്യം അനുവദിക്കുന്ന നിയമത്തിന്റെ ഉള്ളിൽ വെച്ച് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ദീനീ പ്രവർത്തനം നടത്തണം. വതവാസോ ബിസ്സബ്ർ. അപ്പൊ കളിയാക്കും, ഔ ഇപ്പോഴും ഇങ്ങനെ പ്രബോധനം നടക്കാൻ, ഇപ്പോഴും പോസ്റ്റർ ഒട്ടിച്ച് നടക്കാൻ, ഇപ്പോഴും ലഘുലേഖം കൊടുത്ത് നടക്കാൻ, ഇപ്പോഴും ആൾക്കാരെ തൗഹീദ് സുന്നത്ത് പറഞ്ഞ് നടക്കാൻ, ലോകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് കളിയാക്കും. വതവാസോ ബിസ്സബ്ർ. സാരല്ലടാ,
എത്ര കളിയാക്കിയാലും എത്ര ആക്ഷേപിച്ചാലും ലോകത്തെ ഏറ്റവും വലിയ, ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും വലിയ നന്മ ഒരാൾക്ക് ഹിദായത്ത് കിട്ടലും ലോകത്തെ ഏറ്റവും വലിയ തിന്മ ഒരു മനുഷ്യൻ ശിർക്കിലേക്ക് പോകലുമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഈ ദുനിയാവിൽ ഒരാൾക്ക് 1.5 കോടി കൊടുക്കുന്നതിനേക്കാളും, അത് കൊടുക്കണമെന്നത് വേറെ, 1.5 കോടി കൊടുക്കുന്നതിനേക്കാളും അള്ളാഹുവിന്റെ പക്കൽ പ്രാധാന്യമുള്ളത് അയാളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക. അതിന് ഞങ്ങൾ ഈ ദഅ്വാ പ്രവർത്തനവുമായി മുന്നോട്ടുണ്ടാകും. അത് പരലോകത്ത് എനിക്ക് അള്ളാഹുവിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കാനാണ് എന്ന് പറയുക വഴി വതവാസോ ബിസ്സബ്ർ, ക്ഷമിക്കുകയും ചെയ്യുന്നവനെ സ്വർഗ്ഗമുള്ളൂ. ഈ 4 ഇതിൽ തൗഹീദുള്ള കുടുംബാംഗങ്ങൾ നിൽക്കുന്നത് 2 അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയണത്. തൗഹീദുണ്ട്, നിസ്കാരം, നോമ്പ്, ഹജ്ജും ഉംറ കൊണ്ടും ഖുർആൻ പാരായണം കൊണ്ടും മാത്രം സ്വർഗം കിട്ടുമെങ്കിൽ സൂറത്തു അസ്ർ ഖുർആൻ മാറ്റണം. അതിന്റെ തഫ്സീർ ലോകത്ത് ഈ പറഞ്ഞ അർത്ഥമല്ലാത്ത ഏതർത്ഥ വേറെ തഫ്സീറിലുള്ളത്? വത്തവാസോ ബിൽ ഹഖ് വത്തവാസോ ബിസ്സബ്ർ. അതിന്റെ അർത്ഥം എന്താ? അവനവന് കിട്ടിയ ഈ ദീൻ ഒരാൾക്കെങ്കിലും കൈമാറണം. നിങ്ങൾക്കറിയാം സഹോദരങ്ങളെ, നമ്മൾ വിളിച്ചാൽ, നമ്മുടെ ഒരു മെസ്സേജ് കിട്ടിയാൽ ഈ ദീനിനെ തിരിച്ചറിയാൻ കഴിയുന്ന എത്ര മനുഷ്യന്മാരുണ്ടറിയോ? കേരളത്തിലൊരു ജില്ലയിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയി. എന്റെ ഒരു കൂട്ടുകാരൻ, അവന്റെ ഒരു കൂട്ടുകാരനെ കൊണ്ടുവന്നിട്ടാണ് എന്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുക. പ്രസംഗം കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഇദ്ദേഹം ആരാന്നറിയോ? ഞാൻ പറഞ്ഞ അറിയില്ല. ഇദ്ദേഹത്തിന്റെ ഉപ്പ ഈ നാട്ടിലെ 850 കുടുംബങ്ങളുള്ള സുന്നി മഹല്ലിന്റെ പ്രസിഡന്റാണ്. അപ്പൊ എനിക്ക് അടുത്തത് എന്താന്ന് അറിയില്ല, പക്ഷെ അദ്ദേഹം മുജാഹിദാണ്. എത്ര പ്രായമുള്ള അറിയോ? 42 വയസ്സ്, മുജാഹിദാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ്? അദ്ദേഹം പറഞ്ഞ വാചകം, നമ്മുടെ നാട്ടിലൊരു പ്രസംഗം വെച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ജോലി പെയിന്റിംഗ് ആണ്, ഓട്ടോറിക്ഷ പെയിന്റ് ചെയ്യലാണ്, സ്പ്രേ പെയിന്റിംഗ് ഒക്കെ. അതിന്റെ തൊട്ടടുത്തുനിന്ന് പ്രസംഗം നിർവഹിച്ചിന്. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടുന്ന് കേക്കൽ നിർബന്ധം, ഇഷ്ടമല്ലാതെ കേക്കൽ നിർബന്ധം ഉണ്ടാവും. പക്ഷെ അതിന്റെ അവസാന ഭാഗം ജുമുഅ ഖുത്ബയുമായി ബന്ധപ്പെട്ടത് അന്ന് പ്രബോധനം നടത്തിയ പ്രഭാഷകൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അതൊരു ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ അതിന് ഫീൽ ചെയ്തു. അദ്ദേഹത്തിന്റെ നാട്ടിലെങ്ങാനും നമ്മുടെ പള്ളിയിൽ ജുമുഅ ഖുത്ബക്ക് പോയാൽ വാപ്പ പള്ളിയുടെ പ്രസിഡന്റായ ഒരു മഹല്ലിൽ മകനെങ്ങാനും ഒരു മുജാഹിദ് പള്ളിയിൽ പോയി എന്നറിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവുന്നുള്ളതുകൊണ്ട് 10-12 കിലോമീറ്റർ അപ്പുറത്ത് നമ്മുടെ പള്ളിക്ക് 2ാം ഖുത്ബക്ക് പോയി. 2ാമത്തെ ഖുത്ബക്ക്, 2ാം ഖുത്ബയിൽ അന്ന് അദ്ദേഹം വാക്കണ്ടോ ഒരു പ്രാർത്ഥന ഇങ്ങനെ പഠിപ്പിച്ചു ഇമാമ്. അതുവരെ ഞാൻ കരുതിയിരുന്നത്, ഞങ്ങളോട് പറഞ്ഞിരുന്നത്, മുജാഹിദ് പള്ളിയിലെ വെള്ളിയാഴ്ച ഖുത്ബ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയവും അങ്ങാടി നിലവാരവും ഇതൊക്കെ പറയണമെന്നാണ്. പക്ഷെ അതല്ല എന്ന് ആദ്യമായിട്ട് 42ാമത്തെ വയസ്സിൽ 2ാം ഖുത്ബയിൽ എനിക്ക് ബോധ്യപ്പെട്ടു. ഒരൊറ്റ പ്രാർത്ഥന അദ്ദേഹം പഠിപ്പിച്ചു. പിന്നെ ഞാൻ മാസത്തിൽ 1-2 തവണ 12 കിലോമീറ്റർ അപ്പുറത്തുള്ള മുജാഹിദ് പള്ളിയിൽ ജുമുഅക്ക് പതിയെ പോകാൻ തുടങ്ങി. തൗഹീദിലേക്ക് വന്നു. ഇന്ന് അദ്ദേഹം നമ്മുടെ സജീവ പ്രവർത്തകനാണ്. നമ്മൾ ആലോചിക്കേണ്ടത് എന്താ അറിയോ? അവിടെ പ്രസംഗിച്ച ഒരു പണ്ഡിതന് തന്റെ പ്രസംഗം കേട്ട ഒരാൾ ഹിദായത്തിലേക്ക് എത്തിയത് ഇന്ന് വരെ അറിഞ്ഞിട്ടുണ്ടാവില്ല. അവിടെ സംഘടിപ്പിച്ച ഒരു സംഘാടകന് തങ്ങൾ അന്ന് നടത്തിയ പ്രബോധനം വഴി ഒരാൾക്ക് ഈ ലോകത്ത് സ്വർഗത്തിന്റെ വഴിയിലേക്ക് അയാൾ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല. അതിനുവേണ്ടി 1000 രൂപ മുടക്കിയവന് ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലുള്ള മുഴുവൻ സ്വർണ്ണ നാണയത്തെക്കാളും വലിയ പ്രതിഫലം നാളെ പരലോകത്ത് കാത്തിരിക്കുന്നുണ്ട് എന്ന് അയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ നടത്തുന്ന ദഅവത്തിന് എവിടെയൊക്കെയോ ആണ് കൂട്ടരെ അള്ളാഹു കരുതി വെച്ച സ്വർഗത്തിന്റെ കൂലി. പക്ഷെ നമ്മൾ പ്രവർത്തിക്കാൻ മുന്നിലുണ്ടാകണം. നമ്മുടെ ആയുസ് ലാ യസാലു ഖദമ അബ്ദിൻ, നാളെ പരലോകത്ത് ഒരു കാല് മുന്നോട്ട് വെക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിടത്ത് അല്ലാഹ് പറഞ്ഞ വാക്കെന്താണ്? അൻശബാബിക്, യുവത്വം എങ്ങനെ ചെലവഴിച്ചു എന്നതാണ്. ഇന്നോടും നിങ്ങളോടും ചോദിച്ചു നോക്കി, നമ്മുടെ യുവത്വ കാലഘട്ടം എങ്ങനെ ചെലവഴിച്ചു? എണ്ണ അങ്ങനെ പറ്റും. ജോലിക്കോയി, ടൂറോയി, ഫുഡ് അഴിച്ചു, കമ്പിനടിച്ചു, കല്യാണത്തിന് പോയി, നെറ്റിലിരുന്നു, റീൽസ് കണ്ടു, യുവത്വ കാലഘട്ടം തീർന്നു. അന്ന് വേറെ കാര്യം കൂടി നടന്നു. എന്താ അറിയോ? പ്രവർത്തിക്കണോലെ കുറ്റം പറഞ്ഞ് ജീവിച്ചു.
ഈ ഒത്ത കാലഘട്ടം ചോദിക്കാതെ പടച്ചോൻ വിടൂലാന്ന് എന്തുകൊണ്ടറിയോ നിങ്ങളെ? അവസാനം ശ്വാസകോശത്തിനുള്ളിൽ ലങ്സിന് ക്യാൻസർ വന്നു പറഞ്ഞു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുമ്പോൾ സർജറിക്ക് വിധേയനാകുന്നു എന്ന് പറയുമ്പം അവനാന്റെ കാലുകൊണ്ട് നടക്കാൻ കഴിയാത്ത വിധം ഷുഗർ ബാധിച്ച് വിരലുകൾ അറുത്തുമാറ്റി ഈ ദുനിയാവിലൂടെ ഒരു കാലുകൊണ്ട് മാത്രം നടക്കേണ്ട അവസ്ഥ വരുമ്പം നാട്ടിൽ നടക്കുന്ന സ്വന്തം കുട്ടികളും അവനവന്റെ പേരക്കുട്ടികളും ദീനുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് മനസ്സിലാകുമ്പം അവിടെ നമ്മുടെ മനസ്സിൽ ബേജാറുണ്ടാവും. നമ്മുടെ മനസ്സ് കൊതിക്കും, പടച്ചോനെ ഞങ്ങളുടെ മക്കളൊക്കെ പാടൊന്ന് ഒരുമിച്ച് കൂട്ടി, പെൺകുട്ടികളൊക്കെ ഒരു ഭാഗത്ത് വേറെ ഒരുമിച്ച് കൂട്ടി, ഇവിടുത്തെ യുവാക്കളെയും മുതിർന്നവരെ ഒരുമിച്ച് കൂട്ടി അവർക്ക് അള്ളാന്റെ ദീനൊന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ നാട്ടിലൊരൊറ്റ കുട്ടി കൂടെ ഉണ്ടാവില്ല, ആഗ്രഹിക്കുമ്പോൾ കൂടെ ഉണ്ടാവില്ല. നമ്മുടെ യുവത്വ കാലഘട്ടം നമ്മൾ നമ്മുടെ നാട്ടിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മയുടെ ഭാഗത്തിന്റെ കൂടെ ഉണ്ടാകണം. എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ഇവിടെയുള്ള ഓരോ ഉമ്മമാരുടെ വാപ്പാരുടെ യുവാക്കളും പറയണം, യുവാക്കളെ നമ്മൾ അള്ളാഹുവിനോട് തേടുന്ന സ്വർഗം ഇൻഷാ അള്ളാഹ് നമുക്ക് കിട്ടണം. അതിന് നമ്മുടെ മുൻഗാമികൾ ജീവിച്ചതുപോലെ നമ്മുടെ മുന്നിൽ ഉണ്ടാകണം. അള്ളാന്റെ ചോദ്യം എന്താ അറിയോ? അം ഹസിബത്തും, നമ്മുടെ അള്ളാന്റെ ചോദ്യമാണ്, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അൻ തദ്ഖുലൽ ജന്ന, സ്വർഗത്തിലേക്ക് പോകാമെന്ന്? വലമ്മാ യഅലമല്ലാഹു അല്ലദീന ജാഹദൂ മിൻകും വയഅലമസ് സ്വാബിരീൻ, നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ച പീഡനങ്ങളും യാതനകളും കട്ടപ്പാടുകളും അനുഭവിക്കാതെ അവനവന്റെ ജോലിയും കുടുംബവും ടൂറും ഭക്ഷണവും ഇത് മാത്രമായി അതിനിടയിൽ എപ്പോഴെങ്കിലും പോയി നിസ്കരിച്ച് അത് നിസ്കാരം തന്നെ കൃത്യമായി കിട്ടാതെ അവനവന്റെ ജീവിതത്തിൽ ഭക്തിയോ തഖ്വയോ രാവിലത്തെ പ്രാർത്ഥനയോ വൈകുന്നേരത്തെ പ്രാർത്ഥനകളോ ഇതൊന്നുമില്ലാതെ ജുമഅക്ക് ഖതീബ് മിമ്പറിൽ കയറുന്നതിന്റെ മുന്ന് ഒരു പേജെങ്കിലും സൂറത്ത് കഹ്ഫ് ഓതാതെ അവനവന്റെ ജീവിതത്തിൽ ഒരു കല്യാണത്തിന്റെ അന്ന് ദീനിയായ ഒരു വേഷം പോലും ധരിക്കാതെ അള്ളാഹു മുൻഗാമികൾക്ക് നൽകിയ പീഡനങ്ങളും യാതനകളുടെയും ഒരു ഭാഗം പോലും ജീവിതത്തിൽ ഏറ്റെടുക്കാതെ സ്വർഗം കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഖുർആന്റെ ചോദ്യമാണ്. വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കുന്നവൻ വിഡ്ഢിയാണ്. എന്താണ് അല്ലാഹ് പറഞ്ഞത്? എന്തേ മുൻഗാമികൾക്ക് ഉണ്ടായത്? ഹത്താ സുൽസിലു, നമ്മുടെ മുൻഗാമികളിൽ സ്വർഗത്തിന് വേണ്ടി കൈകാലുകൾ മുറിച്ചു മാറ്റപ്പെട്ടവരുണ്ട്, ശരീരത്തിലെ തൊലികൾ വെട്ടിയെടുത്തവരുണ്ട്, തീകുണ്ഠാരമൊരുക്കി അസ്ഹാബുൽ ഉഖ്ദൂദിനെ അതിലേക്ക് തള്ളിയിട്ടവരുണ്ട്, തൗഹീദ് വിശ്വസിച്ചതിന്റെ പേരിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നത് പോലെ ശരീരം കട്ട് ചെയ്തവരുണ്ട്, അവനവന്റെ തൗഹീദിൽ വിശ്വസിച്ചതിന്റെ പേരിൽ മരം കൊണ്ട് കുരിശുണ്ടാക്കി ആണി തറച്ച് ഇഞ്ചിഞ്ചായി കൊല ചെയ്യപ്പെട്ടവരുണ്ട്, തൗഹീദിൽ ആദർശത്തിൽ സ്വർഗത്തിന് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ കഴുത്തിൽ കയറിട്ട് മണലാരണ്യത്തിലൂടെ നെഞ്ചത്ത് കല്ല് കയറ്റി വെച്ച് തൊലികൾ താഴേക്ക് ഊർന്നിറങ്ങുന്നത് കണ്ട് ചിരിച്ച് അവസാനം അങ്ങേറ്റം പീഡനത്തിന് വിധേയമാക്കപ്പെട്ടവരുണ്ട്. ഈ തപ്പനയിൽ സ്വന്തം ശരീരത്തെ കെട്ടിയിട്ട്, ഈ തപ്പനയിൽ സഹോദരന്റെ ശരീരത്തെ കെട്ടിയിട്ട് പ്രവാചകൻ വരുന്ന സമയത്ത് ഓരോ സമയത്തും ചാട്ടവാറ് കൊണ്ട് ആഞ്ഞടിച്ച് ശരീരത്തിൽ നിന്ന് രക്തം വരുന്നത് കണ്ട് ഊറിച്ചിരിച്ച ധിക്കാരികളുടെ മുന്നിലും തൗഹീദ് പ്രഖ്യാപിച്ചവരുണ്ട്, ജീവനോടെ കുഴിച്ചു മൂടിയവരുണ്ട്. അള്ളാഹുവിന്റെ വാക്ക്, ഇതിന്റെ ഒരു ഭാഗം പോലും ഏൽക്കാതെ, ഇതിനു വേണ്ടി ഒരു അധ്വാനം പോലും ചെയ്യാതെ ഈ മുൻഗാമികൾ പോയ സ്വർഗത്തിൽ, അതേ സ്വർഗത്തിൽ നമ്മൾക്കും പോകാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന ചോദ്യം നമ്മുടെ ഹൃദയത്തിൽ വ്യക്തിപരമായി നമ്മളെ വേട്ടയാടേണ്ടതാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യണം, അധ്വാനിക്കണം. അള്ളാഹുവിനെ കാണണമെങ്കിൽ അള്ളാഹ് പറഞ്ഞ സ്വർഗത്തിൽ പ്രവേശിക്കണം. അള്ളാഹ് പറഞ്ഞ സ്വർഗത്തിൽ അള്ളാഹ് പറഞ്ഞതാണ്, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുൽ ജന്ന. സ്വർഗം കിട്ടണമോ അധ്വാനവും സമ്പത്തും പടച്ചോന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. സഹോദരങ്ങളെ, ചെലവഴിക്കണം. അതിന് നമ്മൾ മുന്നിൽ ഉണ്ടാകണം. നമ്മുടെ ഈ സമ്മേളനം കൊണ്ട് ഇത്തിഹാദ് ശുബ്ബാനിൽ മുജാഹിദീൻ ഉദ്ദേശിക്കുന്നത് തൃശൂർ ജില്ലയിൽ തൗഹീദിനെ കുറിച്ചറിയാത്ത മുസ്ലിം കുടുംബങ്ങളെങ്കിലും മിനിമം അതെങ്കിലും അജണ്ടയായി നമ്മുടെ യുവാക്കൾ നമ്മുടെ മഹല്ലുകളിൽ, സമീപ മഹല്ലുകളിൽ പരിശുദ്ധ ഖുർആനിന്റെ ആശയം എത്തിക്കാൻ പ്രബോധന പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നിൽ ഉണ്ടാകണം. വാപ്പാരെ നമ്മുടെ മക്കളെ മുന്നിൽ കൊണ്ടുവന്ന് ചേർക്കണം. താല്പര്യമുണ്ടാകില്ല, താല്പര്യമില്ല എന്ന് അള്ളാഹ്ക്ക് വിഷയമല്ല. താല്പര്യമുണ്ടാക്കാനാണ് അവരെ വാപ്പിമ്യാക്കി അള്ളാഹു നമ്മളെ മാറ്റിയത്. നമ്മൾ അവരെ കൊണ്ടുവരണം. ജീവിതത്തിൽ പ്രവാചകൻ പറഞ്ഞൊരൊറ്റ ഹദീസ് പറഞ്ഞു അവസാനിപ്പിക്കുകയാണ്, ലിൽ ജന്നതി മിഅതു ദറജാത്ത്, സ്വർഗത്തിന് 100 കണക്കിന് തട്ടുകളുണ്ട്. അഫ്ളലുഹാ, അതിലേറ്റവും ഉന്നതമായ തട്ട് ലിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്,
അള്ളാഹുവിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്തവർക്കുള്ളതാണ്. ആ കഠിനാധ്വാനത്തിലാണ് 25 കൊല്ലം കൊണ്ട് തഫ്സീർ എഴുതിയ അമാനി മൗലവി ആ വഴിയിലൂടെയാണ് പോയത്. വീട് വീടാന്തരം കയറിയിറങ്ങി തൗഹീദിന്റെ ആളുകളെ ക്ഷണിച്ച ഉമർ മൗലവി ആ വഴിയിലൂടെയാണ് ജീവിച്ചത്. ശത്രുക്കളോടും മിത്രങ്ങളോടും ആദർശം പറഞ്ഞ് ആളുകൾക്ക് മുന്നിൽ ഹൃദയസ്പർക്കായി തൗഹീദിന്റെ ആയത്തോതി കേൾപ്പിച്ച് ഇസ്ലാമിലേക്ക് ക്ഷണിച്ച AP അബ്ദുൽ ഖാദർ മൗലവി ആ വഴിയിലൂടെയാണ് പോയത്. സ്വന്തം ശരീരത്തിൽ മാലപ്പടക്കങ്ങൾക്ക് തീ കൊടുത്തിട്ട് പോലും, ഓവുചാലിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോലും അവരോട് പുറത്ത് ക്ഷമിച്ച്, സാരമില്ല, നിങ്ങൾ എന്റെ തൗഹീദ് കേട്ടാൽ മതി എന്ന് പറഞ്ഞ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും പണ്ഡിതന്മാരുമായ സയ്യിദ് മൗലവി രണ്ടത്താണി അടക്കമുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തിന് കാണിച്ചു തന്ന ദീനിന്റെ മാർഗത്തിന്റെ ഒരു വഴിയുണ്ടല്ലോ, സ്വർഗത്തിന്റെ വഴി, അധ്വാനത്തിന്റെ വഴി. ആ പേരാണ് ആവർത്തിക്കുന്നു. കേരള നദ്വത്തുൽ മുജാഹിദീൻ എന്നാണ് നമ്മുടെ പേര്. ഇത്തിഹാദു ശുബ്ബാനിൽ മുജാഹിദീൻ എന്നാണ് പേര്. ആ മുജാഹിദീൻ എന്നത് അധ്വാനിക്കുന്നവർക്കുള്ള പേരാണ്. ആ മുജാഹിദീൻ എന്നുള്ളത് സുബഹിക്കെഴുന്നേൽക്കുന്നവർക്കുള്ള പേരാണ്. ആ മുജാഹിദീൻ എന്നുള്ളത് ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുന്നവർക്കുമുള്ള പേരാണ്. ആ മുജാഹിദീൻ എന്നുള്ളത് അവരവന്റെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് നമ്മൾ ജീവിച്ചിരിക്കെ ശിർക്കിന്റെയും ബിദ്അത്തിന്റെയും ഖുറാഫാത്തിന്റെയും വഴിയിലൂടെ പോകുമ്പോൾ നെഞ്ചു പടച്ച് ചെയ്യല്ലേ എന്ന് സ്നേഹത്തോടെ പറയാനും പള്ളിയിലേക്ക് കൊണ്ടുവരാനും ദീന് പറഞ്ഞു കൊടുക്കാനും ശിർക്കിൽ നിന്നവരെ കൈപിടിക്കാനും സ്നേഹത്തോടു കൂടി ദീനിലേക്ക് ചേർത്ത് വെക്കാനും കഴിയുന്നവരുടെ പേരാണ് മുജാഹിദ് എന്ന് പറയുന്നത്. ആ മുജാഹിദ് എന്ന പ്രസ്ഥാനത്തിന്റെ അംഗമായതിൽ ആത്മാഭിമാനമുണ്ടാകണം. അതാണ് നമ്മുടെ പ്രമേയം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു മഹാസമ്മേളനത്തിൽ ഒരുമിച്ച് കൂടിയ നമ്മൾക്കെല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ജീവിതത്തിൽ ഏത് സമയത്ത് എവിടെ വെച്ച് മരണപ്പെടേണ്ടി വന്നാലും അള്ളാഹുവിന്റെ ദീനിൽ ഉറച്ചു ജീവിക്കാനും ശിർക്കില്ലാതെ ബിദ്അത്തില്ലാതെ ഖുറാഫാത്തില്ലാതെ ധീര മുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും നാഥ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഈ ഒരുമിച്ച് കൂടിയ ഓരോരുത്തർക്കും ഞങ്ങളുടെ മഹല്ലുകളിൽ, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ ശാഖകളിൽ, ഞങ്ങളുടെ നാടുകളിൽ ഞങ്ങൾ വഴി ഒരാൾക്കെങ്കിലും ഈ ആദർശം കൈമാറുവാനും അവർ ഞങ്ങൾക്ക് വേണ്ടി പരലോകത്ത് ശുപാർശ പറയുവാനും തക്ക രൂപത്തിൽ അധ്വാനിക്കുവാനുള്ള ഈമാനും തഖ്വയും നാഥ നിങ്ങൾക്ക് പ്രദാനം റഹീം. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.